കാക്കി മക്കളുമില്ലല്ലാ, പൂച്ചി മക്കളുമില്ലല്ലാ. ഈ ബദ്ർ യുദ്ധത്തിന് എന്തിനാ റസൂല് 14 സ്വഹാബികളെ കൊലക്ക് കൊടുത്തത്? ഈ പറഞ്ഞ പോലെ എന്തേലും 4 ജിന്നുകളെ വിട്ടാ പോരായിരുന്നില്ലേ? ഉം. എന്തേ ഒന്ന് പറഞ്ഞാ പോരാ, മറുപടി പറയണം. എനിക്ക് ആ, നിങ്ങളെ ശൈത്താനുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഒരു 2 ദിവസം വന്നിരിക്കണം. അതിനുള്ള ഒറ്റക്കാ സൗകര്യം ചെയ്തു തരും നിങ്ങള്. ഒറ്റക്കാ ആ അതിന് പെരന്റെ പണി നടന്നിട്ടില്ല. ഇത് ഇനിയിപ്പം ബെരിങ് ആരും മിക്കവാറായിരിക്കും. വേണ്ട, ആരും വേണ്ട. ഞാൻ മണ്ണടി പള്ളിയിൽ ഖബർസ്ഥാനിൽ പോയിട്ട് ഇരുന്ന ആളല്ലേ. ആ, അപ്പൊ അതൊന്നും എനിക്ക് വിഷയമല്ല. ആ, ആ ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കുക അറിയോ? ഉം, ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ, ഉം. അവരിത് കാണുമ്പോ അവരുടെ മനസ്സിൽ ഈ സാധനം അടിഞ്ഞുകൂടും. അതിന്റെ മൂത്ത മോൾക്ക് ഒരു വിഷയം ഉണ്ടായിട്ട് അബ്ബാസ് മന്ത്രി, ഉം. അർക്കാസുമ്മ, ഹക്കീം ഉം. ഡോക്ടർ, എന്നിട്ട് ഇവിടെ കുറെ ശൈത്താന്മാർ എന്നിട്ട് ഹാലിറു യാ ഹാലിറു അബ്ബാസ് മന്ത്രി ഹാലിറു എന്ന് പക്ഷെ പറയും. എന്താ ഹാലിറാണിത്? അങ്ങനെ പറയുമ്പോ ഹാളിറാണ്ട്. ഹലോ, അസ്സലാമു അലൈക്കും. ഇസ്ലാം. ഞാൻ എന്റെ പേര് ആ ഞാൻ ാണ് ഉള്ളത്. ഇപ്പൊ നിങ്ങളൊരു വീഡിയോ ഇട്ടില്ലേ പുത്തൂറിന്റെ, ആ മറ്റേ ദാവൂദ് ഹക്കീം ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞിട്ട്. ആ ആ പരിസരത്ത് ഒരു 14 കിലോമീറ്റർ ഇപ്പുറത്താണ് ഇപ്പൊ. ഞാനൊരു സർക്കാര് ജീവനക്കാരനാ. എന്നെ ഗവൺമെന്റ് ജോബിലാണുള്ളത് ഇവിടെ. ആ ഫ്രീ ഉണ്ടോ നിങ്ങള് സംസാരിക്കാം? എന്നെ ഫ്രീ ആണോ സംസാരിക്കാനേ? ആ നിങ്ങൾ പറഞ്ഞോളൂ. ഞാനേ ഉം, കൊറേ നിങ്ങൾ വീഡിയോ ഒക്കെ നോക്കണ്. ഉം. പക്ഷെ നമ്മക്ക് എന്തായാലും പറയാനുള്ളത് പരസ്യമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഞാനൊരു സർക്കാർ ജീവനക്കാരനാകുമ്പോഴേ ആ നമുക്ക് ഈ വീഡിയോ ആക്കിയിട്ടൊക്കെ അത് പരസ്യമായിട്ട് പറയാൻ പറ്റില്ലല്ലോ. ആ ആ ആ അവ എങ്ങനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ലോകിയക്കാരോട് തർക്കിക്കും. ഉം, അങ്ങനെ ഇപ്പൊ പെരയിലൊക്കെ എന്നെ പിടിച്ച് മുജാഹിദാക്കിയേക്കണ്. ആ വിഷയം എന്താന്ന് പറഞ്ഞാല്, ആദ്യമൊക്കെ വീട്ടില് നമ്മളെ ഉം, ഒരു മിനിറ്റ് ഡിസ്റ്റർബൻസ് ഉണ്ടല്ലോ, ഞാനൊരു വണ്ടി ഒന്ന് സൈഡാക്കണ്. വീട്ടിലേ ആ, മൊയ്യദ്ദിമാലയാണ് ആദ്യമൊക്കെ രാവിലെ വെച്ചിരുന്നത്. ആ അപ്പൊ അതിലൊരു വിഷയം ഉണ്ടല്ലോ, 40 വട്ടം ജനാപത്തുണ്ടായിരുന്നുള്ളത്. ആ അപ്പൊ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. ഇപ്പൊ 40 വട്ടം ജനാപത്ത് ഉണ്ടാണെങ്കിൽ ഉം, 40 വട്ടം മൂപ്പര് ഉറങ്ങിയിട്ട് വേണം, ഉം, 40 വട്ടം മൂപ്പര് കുളിച്ചിട്ടാണോ. ഉം, ഒരു ഒരു ഉറക്കിനും ഒരു കുളിക്കും അരമണിക്കൂർ പിടിച്ചാൽ തന്നെ 10-20 മണിക്കൂറായി. ഉം, അപ്പൊ അതില് ലോജിക് ഇല്ലല്ലോ. ഏ ഉം, പിന്നെ ഈ ഓപ്പറേഷന്റെ കാര്യം പറയാൻ കുറെ ഉണ്ട്. കാര്യം അനുഭവങ്ങളാണ് നമുക്ക് കുറെ ഇതും പഠിപ്പിക്കുക. ഉം, ഈ ഓപ്പറേഷന്റെ കാര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഉം, പക്ഷെ എന്താ പറഞ്ഞാല് എനിക്കൊരു മൂക്കിന്റെ ബ്ലോക്ക് ആയിട്ട് ഒരു അസുഖം ഉണ്ടായി. ഉം, 10-25 കൊല്ലം ഞാൻ കൊണ്ടായിരുന്നു ഡ്രോപ്സ് ഒക്കെ ആയിട്ട്. ഉം, അപ്പൊ വേറെ അന്ന് ഞാൻ SKM SSF കൂടെ അവർക്ക് എന്താണ് അവരെ കൂടെ എന്ന് പറഞ്ഞാൽ അവരെ കൂടെ പോക്കില്ലെങ്കിൽ അവർക്ക് അനുകൂലിച്ച് നടന്നിരുന്ന ആളായിരുന്നു. ഉം, അങ്ങനൊക്കെ ഉണ്ടാവും എന്നുള്ളത് ചിന്തിച്ചിട്ടേ ഉം, അങ്ങനെ പോത്ത് ഈ ആസിനും മൂത്തും ഇതൊക്കെ ഉണ്ടായി. ഉം, ഒരു ദിവസം കൂടെ പറയാന് ഒരു പച്ച തട്ടിട്ടിട്ട് ഒരാൾ വന്നിട്ട് ഉം. മൂപ്പരെ ഇടത്തേക്ക് 2 വിരലിന്റെ മൂക്കിന്റെ ഒട്ടിലിട്ടിട്ട് വലിച്ചിട്ട് ഇറച്ചി എനിക്ക് കാണിച്ചു തന്നു മൂക്കിന്റെ ഒട്ടേന്ന് ആ കിനാവിലിട്ടാ. അത് ശരി. അതിന്റെ ദിവസം അല്ലെങ്കിൽ എനിക്ക് രാത്രി കിടക്കണമെങ്കിൽ ഈ ഡ്രോപ്സ് ഇടാതെ എനിക്ക് ഉറക്ക് വരില്ല, മൂക്കടപ്പാണ് ഇക്കാരം. ആ 2 മാസത്തോളം ഒരു കുഴപ്പമില്ല അതിന്റെ ദിവസം. ഉം, അപ്പൊ എന്നോട് എന്റെ പെണ്ണുങ്ങൾ ചോദിച്ച് അല്ലാതെ നിങ്ങൾ മൂക്കിൽ മരുന്നിട്ടില്ലല്ലോ, ഉം, എന്താ ഇപ്പൊ മാറിയാ? ഉം, അപ്പൊ അവളോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഉം, അപ്പൊ അതിന്റെ കേസാണെന്നുള്ളത്. അപ്പൊ ഞാൻ മദ്രസിന്റെ അടുത്തായിരുന്നു വീട് അന്ന്. ഉം, അപ്പൊ അവിടുന്ന് ഉസ്താദ് എന്നോട് കാര്യം പറഞ്ഞു. അപ്പൊ മൂപ്പര് പറഞ്ഞു എന്നിട്ട് നിങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല? ഉം, ഈ പറയാൻ എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്, അത് മൂപ്പര് തന്നെയാണോ അല്ല വേറെ വല്ലതാണോ എന്നുള്ള സംശയം ഉണ്ടെന്ന് അറിഞ്ഞിട്ടാ. ഉം, ഉം, അല്ല പറയാൻ പാടില്ലല്ലോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നിങ്ങൾ വള്ളം പന്തിരിച്ചു കൊടുത്താലൊക്കെ നടക്കും, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ കുറെ വിട്ടിട്ടാ. ഉം, അങ്ങനെ ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ഉം, കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ നോമ്പ് പിടിക്കാൻ പറ്റില്ല. ഉം, കാരണം തൊള്ളയിൽ എന്തെങ്കിലും വേണം, വല്ല ചുയിങ്ങോ അല്ലെങ്കിൽ ഇവിടെ ഈ പാൻപറാക്കും ഇതൊക്കെ ഉള്ളതല്ലേ, ആ അതിനടിട്ടായ ആളാണ് ഞാന്. ഉം, രാത്രി കിടക്കുമ്പോൾ മുട്ടായി വേണം തൊള്ളയില്, നേരം വെളുപ്പിക്കണ 4-4 മുട്ടായി വേണം, പുളി മുട്ടായി എന്ന് പറഞ്ഞ് കിട്ടും ഇവിടെ. ആ അങ്ങനെയൊക്കെ ജീവിതം കഴിച്ചു കൂട്ടിയ ആള് ലാസ്റ്റ് എനിക്ക് ഒന്നിനും പറ്റാതായി, ഷുഗറൊക്കെ കൂടിയിട്ടേ. ആ പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്ന്. ഉം, ഈ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നതിന്റെ ഇടയിൽ ഒരു 3 കൊല്ലം മുമ്പ് ഉം, വീട്ടിലൊരു തടിക്ക് ആളുറാകതൊക്കെ പറയില്ലേ, ഉം, അങ്ങനത്തെ ഒരു വിഷയങ്ങളൊക്കെ ഉണ്ട്. അത് പറയണ കുറെ നീളുണ്ട്.
ആ അതില് എന്നോട് പറഞ്ഞത് എന്റെ ഓപ്പറേഷൻ എന്റെ വീട്ടിൽ വെച്ചിട്ട് മുത്തുവേട്ട വന്ന് ചെയ്യൂന്ന് പറഞ്ഞു. അത് ഈ കാസർഗോഡിലെ ഒരു ഇതുണ്ട് എന്റെ കളരി ഉപ്പാപ്പ എന്ന് പറയും. അത് കഥ കുറെ നീണ്ട കഥയാണ്. അപ്പൊ അനുഭവങ്ങളാണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചത് എന്റെ മൂക്കിനൊട്ടിൽ കഴിയിട്ടത് മൂപ്പരല്ല, ഇത് ഇവലീസിന്റെ കൂട്ടത്തിൽ പെട്ടത് ഏതെങ്കിലും ആവും. എല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ട് ഔലിയാക്കന്മാരെ തൊട്ട കേസ് ഫെയിലാവാൻ സാധ്യത ഇല്ലാന്ന് പറഞ്ഞു ഞാന്. തൊട്ടിട്ടുണ്ടെങ്കില് പിന്നെ ഖുർആൻ ഓതിയിട്ടും പിടിച്ചിട്ടും അർത്ഥം വെക്കാനും ഇതാനൊന്നുള്ള പഠിപ്പ് നമുക്കില്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. പഠിക്കാനും തന്നെ ഒരു 2 മാസം 3 മാസം ഒരു ഉസ്താദ് ഉണ്ടാവും. അവര് മാറിയാൽ പിന്നെ പുതിയ ആള് വരും. അയാൾക്ക് ശമ്പളം കൊടുത്തില്ല, അയാൾ ചെമ്പ് കെട്ട് മൂളി കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടേ അങ്ങനെയുള്ള പരാതി തന്നെ അന്ന്. അങ്ങനെ ഇത് പുത്തൂരിൽ നടന്നത് ഇപ്പൊ നിങ്ങള് പറഞ്ഞാലേ എനിക്കിപ്പോ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനിയിപ്പോ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളോട് ചോദിക്കാനുള്ളത്, ഇബിലീസിന് പടച്ചവൻ കൈ കൊടുത്തിട്ടില്ലേ? കൊടുത്തിക്കണാ? കൊടുത്തിക്കണല്ലോ. അപ്പൊ ഇബിലീസിന് സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുകയാണ്. അത് ഞങ്ങളോട് ചോദിക്കാൻ കാരണോ, എന്റെ കയ്യിലൊരു ശക്തി ഉണ്ടായിരുന്നേ. അത് ഇവിടുത്തെ ഈ ഭാഗത്ത് പെട്ട ഒരു ശക്തിയാണ്. അത് എന്നോട് എന്താണ് പറയാ, ഇഷ്ടപ്പെട്ട് വന്നതാണ്. അതാണ് വീട്ടിലെ ആളുകളൊക്കെ ആലി സൈത്താൻ ആയിട്ട് ഒരു സംഭവം ഉണ്ട്, കേട്ടിക്കണം? ആലി സൈത്താൻ ആയിട്ട്. ആലി സൈത്താൻ അത് ആലി മുക്രിയാണ് എത്ര അയാള് മൂപ്പര് ഒരു ദേവി കൊന്നതാണെന്നാണ് ചരിത്രം. ആ ദേവിയാണ് എന്റെ കൂടെ ഉണ്ടായിരുന്നത്. അന്ന് അല്ല, ഇത് നിങ്ങളോട് സത്യം ഞാന് അത് ഷെയ്ത്താൻ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാഹിബേ, ഷെയ്ത്താനുണ്ട്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാല് അത് മനുഷ്യരിലുണ്ട്, ജിന്നുകളിലുണ്ട്. ഷെയ്ത്താൻ എന്ന് പറഞ്ഞാൽ അത് ജിന്ന് മാത്രമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. മനുഷ്യരിലുണ്ട്, ജിന്നുകളിലുണ്ട്. ഇനി ജിന്നുകളുടെ നേതാവാണ് ഇബ്ലീസ്. അബുൽ ജിന്ന് എന്നാണ് പരിശുദ്ധ ഖുർആൻ 2-3 ഭാഗത്ത് പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ഇബ്ലീസിനെ മനുഷ്യന്റെ മേത്ത് സുൽത്താനിയത്തില്ല. ഇബ്ലീസിന് എന്ന് പറഞ്ഞാൽ ഒരു ശൈത്താനും മനുഷ്യനെ മേൽ സുൽത്താനിയത്തില്ല. അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. ഇനി എന്താണ് ഈ പറയപ്പെട്ട ശൈത്താനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ഷർറ് എന്ന് വെച്ചാൽ, നമ്മുടെ മനസ്സിൽ ദുർബോധനം ചെയ്യും. മനസ്സിൽ ദുർബോധനം ചെയ്ത് ഇപ്പോ ഹറാമായ കാര്യങ്ങളിലേക്കാണത് നമ്മെ പിന്നീട് ഹറാം ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് സംഭവിക്കുന്നത് പടച്ചവനിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ലേ. പിന്നെ അവന് മറ്റൊരു തലത്തില് വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ അവന് അവന്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഇങ്ങനെയുള്ള, നിങ്ങൾ നേരത്തെ ചോദിച്ചപ്പോ നിങ്ങൾ പറയുന്നു പറഞ്ഞത് അതുകൊണ്ടാണ്. ഒരു ശൈത്താനും ഒരു ജിന്നിനും ഒരു മനുഷ്യന്റെ മേത്തും സുൽത്താനിയത്തില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചതാണ്, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. ഈ സുൽത്താനിയത്ത് എന്ന് പറഞ്ഞാല് നമ്മളെ മേത്ത് വന്നിട്ട് മുറിയും കലിയൊന്നും ആക്കൂല, അല്ലെങ്കിൽ അവന് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാനുള്ള ആ ഒരു ഇതില്ല. പിന്നെ അപ്പൊ എന്റെ വീട്ടിൽ സംഭവിച്ചത് എന്തായിട്ടുണ്ടാവും? അതിനെ കുറിച്ച് പറയണെങ്കിൽ നിങ്ങൾ കുറെ പറയണമെന്ന് പറഞ്ഞ മാതിരി എനിക്കും കുറെ പറയാണ്ട്. അതവിടെ നിൽക്കട്ടെ. അതായത് ചെറുതായിട്ട് പറഞ്ഞുതരാം. ഈ അറിയാൻ വേണ്ടി വിളിച്ചോട്ടാ, വിമർശിക്കല്ലേട്ടാ. ഒരിക്കലും അല്ല, എനിക്ക് മനസ്സിലായി. അതായത് ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ സിഹിർ എന്ന് പറഞ്ഞ സാധനല്ലേ, ഞാൻ പറയണു എനിക്ക് സിഹിർ ഫലിക്കൂല. അത്രേ ഉള്ളൂ. ഇതിന്റെ മറ്റുള്ള കാര്യങ്ങളും എനിക്ക് നിയ്യത്ത് പോരാ. എന്റെ കരുത്ത് അതാണ്. എനിക്ക് ഫലിക്കൂല എന്നുള്ള കരുത്ത് മാത്രല്ല, ഷെയ്ത്താൻ എന്റെ തടി കേറില്ല എന്നുള്ളതുണ്ട് എന്റെ ഇതില്. പക്ഷെ ഇത് എന്താണെന്നറിയോ, ഈ ഞാൻ പറഞ്ഞില്ലേ കളരി എന്ന് പറഞ്ഞ സംഭവം കാസർഗോഡിനടുത്താണ്. ഈ കളരി കേരളത്തിലുള്ളതല്ലേ? കേരളത്തിലാണ്. കളരി എന്ന് പറഞ്ഞാൽ അഭ്യാസം അല്ലട്ടാ. പിന്നെ പിന്നെ ആയിക്കോട്ടെ, ഞാനൊരു 1-2 കാര്യങ്ങൾ പറയട്ടെ. സിഹിർ നിങ്ങൾക്ക് ഫലിക്കൂല എന്നുള്ള ആ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത്രേ ഉള്ളൂ. ശൈത്താൻ കേറലും ബാധ കേറലും ജിന്ന് കേറലും ഈ തരികിടൊക്കെ. ഞാനിതാ പറയുന്നു, സിഹിറി എന്നുള്ള സാധനം ഏറ്റവും വലിയ സാഹിർ, അവർക്കിപ്പോ സാഹിറിന് എന്തായാലും സിഹിറിയല് ഓലിക്ക് ഹറാമോ ഹലാലോ ഒന്നും വിഷയമല്ലല്ലോ. ഏത് സാഹിറാണെങ്കിൽ എനിക്ക് സിഹിർ ചെയ്യട്ടെ, എനിക്ക് വിഷയമല്ല. ഏത് ജിന്നിനാണെങ്കിൽ എന്റെ മേത്തേക്ക് കയറ്റിക്കോട്ടെ, എനിക്ക് വിഷയമല്ല. അത് എന്റെ നിലപാട് തന്നെ. ആ നിലപാട് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾക്ക് ജിന്നിളകിയത്? എനിക്കിളകിയതല്ല,
അത് പറയും കളറി എന്ന് പറഞ്ഞ സംഭവം കളരി പൈറ്റല്ല, അത് കളരി ഉപ്പാപ്പ എന്ന് പറഞ്ഞാലും മൂപ്പര് കളരി ഉപ്പാപ്പ എന്നാണ് വിളിക്കല്. അവിടെ തങ്ങന്മാരാണ് വന്നിട്ട് സലാത്തും മജ്ലിസൊക്കെ നടത്തുന്നത്. തങ്ങന്മാര്? ആ, ഏത് തങ്ങന്മാര്? അത് ഈ ആദൂർ ഭാഗത്ത് കാസർഗോഡ് ഭാഗത്തുള്ള തങ്ങന്മാരാണ്. തങ്ങന്മാരെ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റൂല. വിശ്വസിക്കണില്ല, വിശ്വസിക്കണില്ല. അപ്പോ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടാകുമ്പോഴേ ഈ ആദൂർ ഭാഗത്തുനിന്ന് മറ്റേ ഇവിടെ എന്താണ് ദ്വീപിൽ പഠിച്ചൊരു തങ്ങള് അവിടെ വന്നിട്ട് 45,000 റുപ്യന്റെ അടുത്ത് വാങ്ങിച്ചിട്ട് തേങ്ങ ഒഴിച്ചലും കണ്ണി കണ്ടത് ഇതൊക്കെ ചെയ്ത്. അല്ല, അത് തുടക്കം അനുഭവം കൊണ്ട് എനിക്ക് അനുഭവം അവിടെ നിന്നാണ് വരുന്നത്. എനിക്ക് അനുഭവം വരുന്ന അവിടെ നിന്നാണ്. പൈസ നഷ്ടപ്പെട്ട് പോയിന്റെ ചിന്തിക്കാൻ തുടങ്ങി. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം പറഞ്ഞാലേ ചിന്തിക്കാൻ തുടങ്ങി. എന്നിട്ട് മൂപ്പർക്ക് പിടുത്തം കിട്ടാതെ മൂപ്പർ എന്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് അവനോട് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ എന്ന് വെച്ച്. കാരണം എന്താ അറിയോ, ഇന്റെ അടുത്തുള്ള സാധനം എന്താന്നുള്ള മൂപ്പർക്ക് മനസ്സിലാണില്ല. മൂപ്പരത്ത് കുറെ ജിന്നും കാര്യങ്ങളൊക്കെ മൂപ്പരടുത്തുണ്ട്. എന്നിട്ട് ഇത് ബാധാറ്റും മാറിയില്ല. മൂപ്പരോട് ഞാൻ തർക്കിക്കാൻ നിന്ന്. നിങ്ങൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതില് നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷയം പറയുമ്പോ നിങ്ങൾ പക്ക തൗഹീദ് പറയും. അത് കഴിഞ്ഞ് പറയുമ്പോ നിങ്ങൾ ജിന്നുണ്ട്, പോക്കറിലും ജിന്ന് ഇരിക്കൂല സാഹിബേ. നിങ്ങൾ അങ്ങനെ ഈ ജിന്ന് എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാ? തീയോണ്ട് പടച്ചാണ്, തീയോണ്ട് പടച്ചത് എന്നൊക്കെ നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും പറഞ്ഞു തന്നാണ്. അവിടെ നിന്നാ മതി. അതിന് തീയിന്റെ ഒരു ഗുണമല്ല. നമ്മള് മണ്ണുകൊണ്ട് പടച്ചാണ്. നമ്മളെ മേത്ത് മണ്ണുണ്ടോ? ഇല്ല. അത്രേ ഉള്ളൂ. തീ ജ്വാലയിൽ നിന്ന് തീ ജ്വാലയിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്ന് അള്ളാ പറഞ്ഞുവെച്ചെങ്കിൽ അവിടെ നിക്കുക. അതേപോലെ തന്നെ നമ്മളെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു അവിടെ നിക്കുക. അത് മണ്ണിങ്ങനെ ഉരുട്ടിക്കുഴച്ചിട്ട് രൂപം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ സൂനൂതി അങ്ങനെയൊന്നും നമ്മളത് മനസ്സിലാക്കണ്ട. അത് അള്ളാ എങ്ങനെ ഉണ്ടാക്കിക്കണ അഭൗതികമായ കാര്യമാണ്. അപ്പൊ തീയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഖുർആനിൽ പറഞ്ഞു അവന് തീ ജ്വാലയിൽ നിന്നാ, മലക്കുകളുടെ പ്രകാശത്തിൽ നിന്നും. ഓക്കെ, അതിന് അതിൻ്റെതായ ഗുണങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടാവും. എന്നാൽ ഒരു ജിന്നിനെ ഒരു മനുഷ്യനും കാണാൻ കഴിയില്ല എന്നുള്ളതാ. അത് ഖുർആനാണ്. ഖുർആൻ പറയുന്നു അവന് നിങ്ങളെ കാണാൻ, നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയില്ല. ആ അവൻ ഈ പറയപ്പെട്ട ജിന്നാണ്. ഈ തീന്റെ രൂപത്തിൽ കാണാൻ പറ്റില്ലേ? ജിന്നിന്റെ രൂപത്തിൽ കാണാൻ കഴിയില്ല. മറ്റേത് രൂപത്തിൽ? തീയിന്റെ അല്ല, ജീവികളുടെ രൂപത്തിൽ. ഇപ്പൊ ഒരു പാമ്പായിട്ടോ അല്ലെങ്കിൽ നായായിട്ടോ നരിയായിട്ടോ കുറുക്കനായിട്ടോ എന്തായിട്ടും വരും. പക്ഷെ എന്തായിട്ട് നമ്മുടെ മുന്നിൽ വന്നോ അതാണ് അതിന്റെ ഹുക്കം. പാമ്പായിട്ട് വന്ന പാമ്പാണ്, അത് ജിന്നാണെന്നുള്ളപ്പോ നമ്മക്ക് എങ്ങനെ അറിയില്ല? നമ്മൾ ഊഹിക്കാൻ പാടില്ല. അല്ലാണ്ട് റസൂൽ പറഞ്ഞിരിക്കുന്ന ഊഹങ്ങൾ അധികവും കള്ളങ്ങളാണെന്നാ. അപ്പോ ജിന്നിന് നമ്മളെ മേല് അങ്ങനെ നമ്മളെ മനസ്സിൽ ദുർബോധനം ചെയ്യാൻ കഴിയും. ഞാൻ മാറിയത് എവിടുന്ന് അറിയോ? ഓച്ചിറയിലെ ദാമോദരൻ അയ്യപ്പന്റെ കഥ വന്നതിന്റെ ദിവസമാണ് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് കൂടുതലും. ഉപ്പുസ്വാമി. എന്നിട്ട് ഞാൻ ഇവിടെ ചില PAP ആൾക്കാരെ തർക്കിക്കാൻ നിൽക്കും. ഒരു ഔലിയനും പിരാന്തായിട്ട് ദുനിയാവിൽ അള്ളാഹു പടക്കൂലെന്നാ അതിന്റെ വാദം. CM-നെ പറ്റി പറയണെങ്കിൽ നാണം കെടുത്തോ പഠിച്ചോനെ ഒരു ഔലിയാനെ ദുനിയാവില്? ഇല്ല. അതും ഇന്നൊക്കെ പോലുള്ള കിതാബോധി പഠിക്കാത്ത സാധുക്കളായ എന്നെ പോലുള്ള ആൾക്കാരെയും കൊണ്ട് വല്ല നാണം കെടുത്തിക്കാൻ കഴിയോ? അപ്പൊ അയാള് ഔലിയ അല്ല എന്നുള്ളത് ഉറപ്പാണ്. അത് ഈ ഒരു ഓപ്പൺ ആയിട്ട് പറയണെങ്കിൽ ഇവരെ ഈ SSF-ന്റെ മിക്കവാറും പള്ളിയിൽ ഓരോരോ മുക്കാമുണ്ടാവും ഈ പൈസക്ക് വേണ്ടി. പണ്ടാരപ്പണി എന്താണ് പൈസ വന്ന് കൂടണല്ലോ, അതിനുണ്ടാക്കിയ ഒരു അടവാണെന്നാണ് ഞാൻ സങ്കല്പിക്കുന്നത്. അതങ്ങനെയല്ല. അതായത് പണ്ട് കാലത്ത് ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നിങ്ങളൊരു വിഷയം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെ കുറിച്ച് നമുക്ക് 10 മിനിറ്റ് മാക്സിമം ആണ്. അതായത് അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസ് ഏതൊരു കാര്യം പറയാണോ ആ ഒരു വിഷയത്തെ കുറിച്ച് പറഞ്ഞാല് 10 മിനിറ്റിന്റെ ഉള്ളില് ആ ഹദീസ് കണ്ടെത്തി അതിന്റെ സനദും അതിന്റെ എല്ലാ വിഷയങ്ങളും നമുക്ക് 10 മിനിറ്റ് വേണ്ട. അതിന് സജ്ജീകരിച്ച ഇന്റർനെറ്റ് സൗകര്യങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്. ജെമിനി അല്ല, ജെമിനി ഒരു ഹിക്മത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ പറയുമ്പോ ആളുകള് ശ്രദ്ധിച്ചോളുന്നില്ല. ഇതും കൂടി ആകുമ്പോ കുറച്ച് ശ്രദ്ധിക്കും. അത് കഴിഞ്ഞു, അതിന്റെ കാലഘട്ടം കഴിഞ്ഞു. ജെമിനിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നല്ല, ആ ഒരു ട്രെൻഡ് അത് കഴിഞ്ഞു. അതൊക്കെ ഒരു ഹിക്മത്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്,
പണ്ട് കാലത്ത് ഇപ്പൊ എന്റെ വല്ലിപ്പ ആ ഒരു ഇതെടുക്കാം. എനിക്ക് 45 വയസ്സായി. എന്റെ 2 വല്ലിപ്പയും വല്ലിമ്മയൊക്കെ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ കാലഘട്ടത്തില് അവർക്ക് ഫാത്തിഹ ഓതാൻ പോലും അറിയില്ല. അവര് പിന്നെ നിസ്കരിക്കുക എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ അവര് ചിലപ്പോ സലാത്ത് ചൊല്ലിയിട്ടും ഒക്കെയാണ് അവരുടെ നിസ്കാരം. ഓക്കെ. ആ ആളുകൾക്ക് ഇസ്ലാമികമായിട്ടൊരു സംശയം വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയോ? ഉസ്താദന്മാരുടെ അടുത്ത് പോയി ചോദിക്കും. ഈ ഉസ്താദന്മാരും ചിലപ്പോ ഫത്തുൽ മുഈനോ അങ്ങനെ എന്തെങ്കിലും 1-2 പിന്നെ ഇവിടുത്തെ കിതാബുകൾ എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവുന്നല്ലാണ്ട് സ്വഹീഹായ ഹദീസ്, ഖുർആന്റെ തഫ്സീർ ഇതൊന്നും തൊട്ട് നോക്കിയിട്ടുണ്ടാവൂല. ഇതൊക്കെ ഇപ്പൊ തൊട്ട് നോക്കൽ തുടങ്ങിയത് ഇവിടെ ഈ മുജാഹിദീങ്ങള് അവരുടെ അതിപ്രസരം കാരണം അവര് ഗൾഫിൽ നിന്ന് കുറെ ഗ്രന്ഥങ്ങളുമായിട്ടുണ്ട് വരും. അപ്പോ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കൂടിയൊക്കെയാണ് ഇവര് വേറെ കുറെ ഗ്രന്ഥങ്ങളൊക്കെ ഇവിടെ പറയലും തുടങ്ങിയത്. ഇതിനു മുമ്പേ ഏറ്റവും ഷറഫാക്കപ്പെട്ട ഗ്രന്ഥം ഒന്ന് നമ്മളെ സാധാരണ 33, 43, 55, 555 വകയാണ്. ഖുർആന് എന്നുള്ളത് റംസാനിക്ക് കത്തം തീർക്കാനുള്ള സാധനം മാത്രം, അല്ലെങ്കിൽ മരിച്ച തലക്കും ഭാഗത്തും കാലിന്റെ അവിടെയും ഇരുന്ന് ഓതാനുള്ളതാ. ഇത് മനുഷ്യന് ജീവിക്കാനുള്ളതാണ്, മനുഷ്യൻ എന്ത് ചെയ്യണം എന്നുള്ളത് അള്ളാഹു പറഞ്ഞതാണ് എന്നുള്ള ആ ചിന്തയൊന്നും ആർക്കും ഇല്ല. ഇനി ഈ പറയപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ഏത് ഷർഫാക്കപ്പെട്ടെന്ന് പറയുന്ന മങ്കൂസ് മൗലൂദ്, ബദർ മൗലൂദ്, ഇതൊക്കെ കാണാപ്പാടാണ് ഇന്റെ വല്യമ്മാക്ക്. ഏത് ഖുർആൻ ഓതാൻ അറിയില്ല. ആ വല്യമ്മക്ക് മഗ്‌രിബ് ആയി കഴിഞ്ഞാല് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇശാ വരെ ഞാൻ ഈ മങ്കൂസ് മൗലൂദ് പഠിച്ചിട്ട് എന്റെ വല്യമ്മാന്റെ അടുത്തുന്നാ ദിവസം അത് കാണാപ്പാടം ചെല്ലും. അതേപോലെ മുഹിയുദ്ദീൻ മാല എനിക്ക് പണ്ട് ഒരു വിധമൊക്കെ അറിയായിരുന്നു. അതിന്റെ വല്യമ്മ ചൊല്ലണ് കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. മുഹിയുദ്ദീൻ മാല ഒലിക്കറിയും, നഫീസത്ത് മാല ഒലിക്കറിയും. ഫാത്തിഹ അറിയില്ല. ഫാത്തിഹയില് ബിസ്മി ആയത്താണെന്നുള്ളത് അറിയില്ല. ഫാത്തിഹയിൽ എത്ര ആയത്തുണ്ട് എന്നും അറിയില്ല. എന്നാല് ആ 555 വക ഒരു വിധം ഒരു മനപ്പാടാക്കിയിട്ടുണ്ടാവും. ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം, അന്നത്തെ യുഗം. ആ യുഗത്തില് ഒരാള് ഒരു കുളിക്കും തിരുമ്പൊന്നും ചെയ്യൂല, പ്രത്യേകിച്ച് നിസ്കാരവും കാര്യങ്ങളൊന്നുമില്ല, പുറുപുറു പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോ ഈ ഇടക്ക് മറ്റേ റഹ്മത്തുള്ളാ ഖാസിമി പറഞ്ഞല്ലോ പുറു അത് ദിക്റാത്രേ. വീരാനൗലി ചൊല്ലിയിരുന്നുത്രേ, കാക്കി മക്കളുമില്ലല്ലാ പൂച്ചി മക്കളുമില്ലല്ലാ. ഞാൻ പോത്താണെന്നുള്ളത് വേറൊരു സുജായിടെ ദിക്റാണ്. 18-ാം പൂതിന്റെ കയ്യിൽ കായില്ലാക്കേടെ ഇതൊരു ദിക്റാണ്. ഇനി വേറൊരു ഹൈവാന്റെ ദിക്ർ എന്താണെന്നറിയോ? മലപ്പുറത്ത് നിന്ന് മണ്ണാർക്കാട് വരെ, അത് എവിടുന്നാണ്? മലപ്പുറത്ത് നിന്ന് ഏതൊരു സ്ഥലത്തുനിന്ന് ഇറച്ചിയും പത്രിയും കൊണ്ടല്ലോ ഇത് ദിക്റാണ് അത്രേ. പിന്നൊരു ദിക്റാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ചെല്ലാൻ അറിയാത്ത ഹയവാന്മാരെന്നേ പോലെ പറയാൻ പറ്റുള്ളൂ. അതായത് മൃഗതുല്യരായിട്ടായിരുന്നു അവരുടെ ജീവിതം. എന്നിട്ട് അവര് ഇതെന്താ സംഭവം അറിയോ? ഇത് വേറൊന്നും അറിയില്ല. എന്നാല് ഒരു ചെറിയ താടിയുണ്ട്, ഒരു തലയിൽ ഒരു കെട്ടുണ്ട്, ഒരു പച്ച കുപ്പായുണ്ട്. ഈ ദിക്ർ എന്റെ വീട്ടിലുണ്ടായിട്ടാ ഈ ആളറാവുമ്പോ സംഭവമല്ല സാഹിബേ, ആളിറെന്ന് പറഞ്ഞ സംഭവമല്ല. ഈ ഹാലിറൊക്കെ ഇവര് കൊണ്ടുവന്നിട്ടുള്ളത് അന്ധവിശ്വാസങ്ങൾ ഇവിടെ പടുത്തുയർത്താൻ വേണ്ടി. ഈ സംഭവം ഇല്ല എന്ന് പറയുമ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റും. എന്നാൽ എന്റെ വീട്ടിൽ എന്റെ കണ്ണിന് മുന്നിൽ നടന്നതാണ് ഇത് വിഷയം. അതിലേക്കും വലുത് ഞങ്ങളെ പിന്നെ കണ്ണിന് മുമ്പിൽ നടത്തി തരാ. ഞാൻ പറഞ്ഞില്ലേ, അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. ഏർവാടി എന്ന് പറയുന്ന ദർഗയിൽ ദിവസങ്ങളോളം പോയി പഠനം നടത്തിയിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾ എനിക്കൊരു അനുവാദം തരണം. അവിടെ തട്ടിപ്പാണുള്ളത്. ഇത് യൂട്യൂബിൽ ഇടാനുള്ള അനുമതി തരുമോ? യൂട്യൂബിലിടാ, കുഴപ്പമില്ല. ഓക്കെ. അപ്പോ ഏർവാടി പോയത് പറഞ്ഞതിന്റെ മുമ്പ് ഹാദിർ ആവൂല എന്നുള്ളതിന്റെ ഒന്നാമത്തെ കാരണം ഒരു കാര്യം മാത്രം പറയട്ടില്ലേ. ഇപ്പോ ദാവൂദുൽ ഹക്കീം വന്നു എന്നല്ലേ പറഞ്ഞത്? അല്ല, അത് തടി മൂപ്പര് വലിയ തടിയും ഇതൊക്കെ ആളായിട്ടുള്ള ആളാണെന്നുള്ളതാണ്. ആര്? എനിക്ക് പുത്തൂറിന്റെ കാര്യം എന്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഹാലിറത്തിന്റെ വിഷയത്തിലേക്ക് മാത്രം. അത് കഴിഞ്ഞ് ഈ വന്നത് ദാവൂദല്ല, ആളിൽ വന്നത് ആലി സൈത്താനാ. അല്ലേ? ആ ശൈത്താൻ അവിടെ നിക്കട്ടെ. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഈ വയറ് മാന്തി പൊളിച്ച ശൈത്താനല്ലോ, അത് ദാവൂദുൽ ഹക്കീം. ഈ ദാവൂദുൽ ഹക്കീം എന്ന് പറഞ്ഞ ആളെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല.
ആ ആളങ്ങനെ ജീവിച്ചിരുന്നു എന്ന് വല്ല തെളിവുണ്ടോ? അതുമില്ല. നിങ്ങൾ പറഞ്ഞ കണക്കിൽ അതുമില്ല. ഞാൻ പറഞ്ഞ കണക്കിലല്ല, ഓല മുനാജാത്താണ് ഞാൻ പറയണത്. അത് ശരി. അതല്ലേ ഞാൻ എന്റെ അറിവ് ഇപ്പൊ നിങ്ങളിപ്പോ ഇത് യൂട്യൂബ് നോക്കിയിട്ട് ഇപ്പൊ ഒരു 10 മിനിറ്റ് മുന്നേ നോക്കിയിട്ട് ഞങ്ങളെ വിളിച്ചേനെ. മൂസാ നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഇസ്ലാം ആളാണെന്നാണ് പറയുന്നത്. എന്നിട്ട് അവിടെ മൂപ്പര് എവിടെ മൂത്രമൊഴിച്ചപ്പോ മൂപ്പർക്ക് കാഴ്ച പോയി എന്നൊക്കെയുള്ള കഥയാണ് പറയണത്. ഇനി ഹാലി റാവൂല, ഈ റാവൂൽ ഹക്കീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് തന്നെ കരുതിയും അള്ളാന്റെ റസൂല് പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസ് ഇങ്ങനെയാണ്: ഷഹീദായ ആളുകള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഫീസബീലായിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം പോരാട്ടം നടത്തി അവർ ഷഹീദായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് വീണ്ടും ചോദിക്കുത്രേ, അള്ളാഹുവേ ഇനിയും ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് അതിന് അവസരം തരണേന്ന്. അപ്പൊ അള്ളാഹ് പറയൂത്രേ, ഏയ് അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ലാന്ന്. എന്ന് പറഞ്ഞാല് മരിച്ചിട്ട് ജസ്ദും റൂഹും തമ്മിൽ വേർപെട്ടാല് പിന്നെ അതിലേക്ക് കൊടുക്കലില്ലാന്ന്. എന്നാൽ ഒരു കാര്യമുണ്ട്, അപ്പോ ചില ആളുകൾ പറയാ ഈസാ നബി കൊടുപ്പിച്ചില്ലേ എന്നൊക്കെ ചോദിക്കും. അത് പ്രവാചകനാണ്, മോചിസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അവരുടെ തെർബിയത്താണ്. എന്നാ മുഹമ്മദ് നബിക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ല, വേറെ പ്രവാചകന്മാർക്കും കഴിഞ്ഞിട്ടില്ല. അത് അതെ, കൊണ്ടാണല്ലോ ഇസ്ലാം കൂടുതൽ പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ചില തലക്കെട്ട് കെട്ടിയ മൊയിലാക്കന്മാർക്ക് അറിയുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റുമോ? അതെ സാഹിബേ, ഇത് കൂടി കേൾക്കും. അപ്പൊ അള്ളാഹ് പറഞ്ഞു ശ്രോതാക്കൾക്കും കൂടി ആ പൂതി നിറവേറ്റി കൊടുക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇവര് പറയണ, ഈ സമസ്തക്കാര് പറയണ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ആൾക്കാർ ഇടക്കിടക്ക് ഇങ്ങനെ കബർന്ന് ഇങ്ങനെ നീച്ചു വരിക. എന്താ അപ്പൊ ഇത്? അള്ളാന്റെ റസൂലും പറഞ്ഞതിന് വിരുദ്ധല്ലേ ഇവര് ഈ പറയണത്? അവിടെ ഒരു ചോദ്യം ഉണ്ട്, എന്താ അറിയോ? ഇബ്ലീസ് അള്ളാഹുവിനോട് പറഞ്ഞല്ലോ, ഈ ആദമിന്റെ സന്തതികളെല്ലാം ഞാൻ വഴിതെറ്റിക്കുമെന്ന്. എങ്ങനെ വഴിതെറ്റിക്കും? അതുകൂടി ഒന്ന് പറയും. അല്ല, അവര് എന്താണ് നരമ്പിനുള്ളിൽ കയറാനുള്ള അനുവാദം കൊടുത്തിരുന്നല്ലാറുണ്ട്. അവന്റെ രക്തം ഒഴുകുന്ന ഭാഗത്തു കൂടിയൊക്കെ എന്നുള്ളത് അത് നമ്മള് അനാവശ്യമായിട്ട് ആ ഒരു രൂപത്തിൽ രക്തത്തിൽ കൂടിയൊക്കെ കയറിയിട്ട് തുളച്ച് കയറുന്നൊക്കെ അത് അവിടെ നിക്കട്ടെ. ഈ ഇബ്ലീസ് എന്ന് പറയുന്നതിനേക്കാൾ ജിന്ന് വർഗാണ്. ഈ ജിന്ന് വർഗം എന്നുള്ളത് എത്രത്തോളമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ജിന്ന് എന്ന് പറയുന്ന സാധനം മനുഷ്യനെ വഴിതെറ്റിക്കുന്ന കരീനുകളിൽപ്പെട്ട 2 കരീനുണ്ട് ഒരു മനുഷ്യന്. ഒന്ന് ജിന്നാണ്, ഒന്ന് മലക്കാണ്. ഈ ജിന്ന് കരീന്റെ പരിപാടി എന്താ വെച്ചാൽ നമ്മളെ ഉന്തിത്തള്ളാണ്, ഹറാമിലേക്കും ഷിർക്കിലേക്കും ഉന്തിത്തള്ളുക എന്നുള്ളതാണ് ഓന്റെ പണി. അത് നമ്മുടെ മനസ്സിൽ ദുർബോധനാണ് ചെയ്യുന്നത്. അതിൽ നല്ല ജിന്ന്, ഇഫ്രീത്ത് ജിന്ന് രണ്ടുണ്ടാ? നല്ല ജിന്ന് അല്ലാത്ത ജിന്ന് എന്ന് പറഞ്ഞിട്ട് ജിന്നിനെ കൊണ്ട് നമുക്ക് ഗുണം എന്തായാലും ഇല്ല. നല്ല ജിന്നാണെങ്കിലും ഗുണമില്ല. ഗുണം എടുക്കലുണ്ട് എന്നൊക്കെ ഇവര് സുഖം എടുക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞത് ഏതാണെന്നറിയോ? വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും അതുപോലെയുള്ള സംഗതികളുടെയാണത്. ഇനി ജിന്നിനെ ആരാധിക്കുന്നവരില്ലേ? ഉണ്ട്. ആ ജിന്നിനെ ആരാധിക്കുന്ന ആളുകൾക്ക് ജിന്ന് സഹായം ചെയ്യും. ഇപ്പോ ചുരുക്കം പറഞ്ഞുതരാം. ചേക്കുട്ടി, പൂക്കുട്ടി, തീക്കുട്ടി, മീൻകുളത്തി, നീലി അങ്ങനെ പറയുന്ന ശൈത്താൻ ജിന്നുകളുണ്ട്. ഇതിനെയൊക്കെ അണ്ടാദിക്കുന്ന ആളുകൾ, ഇനി അതിന് പുറമെ ചാത്തൻ സേവ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് കുറച്ച് സത്യവും കുറെ നുണയും കൂട്ടി കലക്കിയിട്ട് ഇവർ ഇങ്ങനെ കൊടുക്കും, കുറുകി കൊടുക്കും. അത് അവരുടെ മനസ്സിൽ ബോധനം കൊടുക്കലാണ്, മനസ്സിലാണ്, അല്ലാണ്ട് ചെവിയിൽ ഇങ്ങനെ ഒരാൾ വന്ന് പറയല്ല അത്. അപ്പോ അതിന്റെയും അടിസ്ഥാനങ്ങള് ഇനി പറയണമെങ്കിൽ നമുക്ക് ഏർവാടിയിലത്തെ ചരിത്രത്തിലേക്ക് പോകാം. ഏർവാടിയില് ദാവൂദുൽ ഹക്കീമിന്റെ കഥ പറഞ്ഞ പോലെയാണ് ഏർവാടിയത്തെ കഥ. ഏർവാടിയിൽ ഇബ്രാഹിം ബാദുഷാ, അതുപോലെ തന്നെ ഇബ്രാഹിം ബാദുഷയുടെ ഒപ്പം അബ്ബാസ് മന്ത്രി, ഹക്കീം ഡോക്ടർ, അർക്കാസ് ഉമ്മ, ഇങ്ങനെ കുറെ ആളുകളുണ്ട്. അവര് അവിടെയാണ്, ഇവിടെയാണ്, മറ്റോടത്താണ് എന്ന് പറയുന്നത് ആരാന്നറിയോ? ഈ അടുത്ത കാലത്ത് എന്ന് പറഞ്ഞാൽ 100-200 കൊല്ലം മുമ്പ് അബുത്താഹിർ എന്ന് പറയുന്ന നല്ല ബാദുഷ ഇബ്രാഹിം ബാദുഷയുടെ പരമ്പരയിൽപ്പെട്ടതാണെന്ന് ആരതൊക്കെ പറയണെന്നറിയോ? നല്ല ഇബ്രാഹിം അതന്നെ, ഈ നല്ല ഇബ്രാഹിം തന്നെയാണ്. ശരിക്കും അയാള് അബുത്താഹിർ എന്നാണ് അയാളുടെ പേര്. നല്ല പാദുഷാന്ന് തമിഴ്നാട്ടില് അറിയപ്പെടും. പിന്നെ നമ്മള് മലയാളികൾ ആ പാദുഷയിലേക്ക് നല്ല ഇബ്രാഹിം ബാദുഷേന്റെ കയറ്റിയതാണ്. അപ്പൊ ഈ കബറ് ഇബ്രാഹിം ബാദുഷയുടെ തൊട്ടുള്ള കബറാണ്.
അപ്പോ കുറച്ച് കാലങ്ങൾ മുമ്പ് ഇയാൾ എന്ത് പറഞ്ഞറിയോ? ഇങ്ങനെ ഒരു വെളിപാട് പറയാണ്, ഈ 6666 ഏക്കറയും എന്റെ വല്യപ്പാന്റെയാണ്. എന്റെ വല്യപ്പ ഇവിടെ ഷഹീദായി കിടക്കുകയാണ്. ഇവിടെ മൊത്തം ശുഹദാക്കളാണ്. ഇവിടെ കുറച്ച് ഷഹീദുകളെ കബർ കറക്റ്റ് മൂപ്പർക്ക് ഓൺ ദ സ്പോട്ട് കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. പിന്നീട് പറഞ്ഞത് മൊത്തം ശുഹദാക്കളാണ്. അതാണ് ആ മണലിട്ട ഭാഗത്ത് ചെരുപ്പിടാൻ പാടില്ലാത്തത്. അപ്പോ ഞാൻ ഈ ഇതൊക്കെ ആദ്യം വിശ്വസിക്കുകയും ത്വരീഖത്തിന്റെ മാർഗത്തിലും ഇവിടേക്ക് ആളുകളെ കൊണ്ടുപോകുന്നൊക്കെ ഒരു ആളായിരുന്നു. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, അല്ല ഇവരാരെടുത്തപ്പോ യുദ്ധം ചെയ്തിട്ട് ഷഹീദായത്? അല്ല, അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ. ദീനുൽ ഇസ്ലാം ഇവിടെ വന്നത് മാലിക് ദിനാറും കൂട്ടറിന്റെയും ഒപ്പാണ്. അതിന്റെയൊക്കെ എത്രയോ കൊല്ലം മുമ്പെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. എന്നാലും ഒരു പറയാ, ഈ ഇബ്രാഹിം ബാദുഷാ അള്ളാന്റെ റസൂലിന്റെ 13ാമത്തെ 12ാമത്തെ പേരക്കുട്ടിയാന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടൊക്കെ പാടലുണ്ട്. അതരവായ റസൂലൊളിവേ അല്ല 12ാമത്തെ മകനവരേ എന്നൊക്കെ പറഞ്ഞിട്ട് പാടലൊക്കെ ഉണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം മാലിക് ദിനാർ ഇങ്ങോട്ട് വന്ന് കേരളത്തിലേക്കാണ് ആദ്യം വന്നിട്ടുള്ളത്. ആ കൂട്ടത്തില് ഒരു പായക്കപ്പല് അടിഞ്ഞിട്ടുള്ളത് ഗുജറാത്തിന്റെ തീരത്താണ്. അപ്പൊ ഒരേ മൂന്നാൾ വന്നിട്ടുണ്ടല്ലോ. മൂന്ന് പേര് വന്നല്ലേ ചരിത്രം? മൂന്നല്ല, അത് ഒരുപാട് ആളുകളുണ്ട്. അല്ല, ഈ മാലിക് ദിനാറിന്റെ കൂടെ ഒന്ന് ഉള്ളാള സയ്യിദ് മദനി എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഉള്ളാള സയ്യിദ് മദനി അതിൽ പെട്ടതല്ല സാഹിബേ. അതൊക്കെ യമനിന്ന് വന്ന അറബികളാണ്. ഓലൊക്കെ തങ്ങന്മാരായിട്ട് ഇവിടെ ആ ഒരു ലെവലിൽ പോയതാണ്. നിങ്ങള് പിന്നെ സൗദി അറേബ്യയിൽ പോയിട്ടില്ല അല്ലേ? അവിടെ പോയിട്ട് അള്ളാന്റെ റസൂല് ജനിച്ച് ജീവിച്ച് വഫാത്തായതും പിന്നെ റസൂലുള്ളാന്റെ കുടുംബം കംപ്ലീറ്റ് ജീവിച്ച് ജനിച്ച് വഫാത്തായതുമായ സ്ഥലമാണ് സൗദി അറേബ്യ. അവിടെ ഇവിടുന്ന് തമാശക്ക് പറയാണ്, ഒരു ജോത്സ്യനെയും കൊണ്ട് പോയിട്ട് വെറ്റിലിയിൽ മഷിയച്ചിട്ട് നോക്കിയാലും കൂടി ഒരു തങ്ങളെ കിട്ടൂല. എന്നാ കേരളത്തിൽ തങ്ങന്മാരെയും കൊണ്ട് തട്ടി തടഞ്ഞിട്ട് നടക്കാനും പറ്റാ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അതിലൊന്നൊരു കഥയില്ല. ആല് വേറെയാണ്, അഹ്ലു ബൈത്ത് വേറെയാണ്. അതൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പറഞ്ഞു പോണം. കാര്യം അഹ്ലു ബൈത്ത് എന്നുള്ളത് ആരെയാണ് എന്നുള്ളത് പിന്നീട് അത് എക്സ്പാൻഷൻ ആയി പോയതാണ്. അതായത് അലി റളിയല്ലാഹു ഫാത്തിമ റളിയല്ലാഹു അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ, ഇവരെ ഒരു മേൽമുണ്ട് ഇട്ടുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ പറയുന്നത് ഹാദാ അഹ്ലു ബൈത്ത് എന്ന്. അതില് ആരും അവശേഷിച്ചിട്ടില്ല. പിന്നെ സൈനുൽ ആബിദ് ഹുസൈൻ റളിയല്ലാഹുവിന്റെ മകൻ സൈനുൽ ആബിദ് അവശേഷിച്ചു എന്ന് പറയുന്ന കഥ ഉണ്ടാക്കലൊക്കെയാണ്. അതെ, അത്രേ ഉള്ളൂ. ഈ യഥാർത്ഥ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചു പോയി കഴിഞ്ഞാല് ഈ അഹ്ലുബൈത്ത് എന്ന് പറയുന്ന ഹുസൈൻ റളിയല്ലാഹു തആല ഹുസൈൻ റളിയല്ലാഹുവിനു 100 ചില്ലാനം ആളുകളും കൂഫയിലേക്ക് പോവുകയാണ്. കൂഫയിലേക്ക് പോകുമ്പോ ഹസൻ റളിയല്ലാഹു പറയുന്നുണ്ട്, അങ്ങോട്ട് പോകരുത്, അവർ നിന്നെ ചതിക്കുന്നു. അപ്പൊ അലി റളിയല്ലാഹുവിന്റെ മറ്റൊരു സഹോദരനും ഒക്കെ ഉണ്ട് മുസ്ലിം. ഇവര് ബസറ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് അവരെ സമർ ബിൻ അൽ ജൗഷൻ അതേപോലെ തന്നെ സിനാൻ ബിൻ അനസ് ഇങ്ങനെയുള്ള 2 ആളുകളുടെ നേതൃത്വത്തിൽ 5000-ഓളം പടയാളികൾ തടയാണ്. ഇത് യസീദിന്റെ ഓർഡർ, മുആവിയയുടെ മകൻ യസീദിന്റെ ഓർഡറാണ് അവരെ കൂഫയിൽ എത്തരുത് തടയണം എന്നുള്ളത്. എന്നാൽ ഈ വന്ന 2 ആളുകൾ തടയുകയല്ല ചെയ്തത്, അവരെ ഉന്മൂലനം ചെയ്യാണ് ചെയ്തത്. ഈ ചെയ്ത ആളുകൾ മുസ്ലിങ്ങളാണ്. അവര് കൊന്നുകളഞ്ഞത് മുഴുവൻ തങ്ങന്മാരെയാണ്. അപ്പൊ ഇത് ഹിജ്റ 100 കൊല്ലത്തിന്റെ ഒക്കെ ഉള്ളിലുള്ള സംഭവമല്ല ഇത്. അപ്പോ പിന്നീട് ഒരു വിഭാഗം ഇവിടെ തങ്ങന്മാര് ആ ഒരു ലെവലിലൊക്കെ ഒരു സവർണ സെറ്റപ്പ് ഒക്കെ ആയി വന്നു. തങ്ങന്മാരെ മൊത്തം ഞാൻ കുറ്റം പറയാന്ന് കരുതരുത്. അപ്പൊ തങ്ങളാണെങ്കിൽ തങ്ങൾ രക്ഷപ്പെട്ടു സാഹിബേ, നമ്മൾ എന്തിനാണ് അതിന്റെ പിന്നാലെ അതും ഏറ്റി കൊണ്ട് നടക്കുന്നത്? നമുക്കും രക്ഷപ്പെടാൻ നോക്കുക. ഇനി ഇബ്രാഹിം ബാദുഷയുടെ അവിടെ ഞാൻ ആദ്യം വിശ്വാസത്തോടെ പോയിരുന്നു. അതിനുശേഷം പഠിക്കാൻ വേണ്ടി പോയ കാലത്ത് അവിടെ ചെറിയ യുവാക്കളായ അല്ലെങ്കിൽ കൗമാരപ്രായത്തിലുള്ള ഈ തുള്ളണിയും ചങ്ങലക്കിട്ടിയും ആളുകൾ അവര് ഇതൊന്നും ഇല്ലാതിരിക്കുമ്പോ അവരോട് സംസാരിച്ച് നോക്കിയപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ?
അവർക്ക് ഇപ്പോ ഒരു പെൺകുട്ടിയോടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. തൃശ്ശൂര് ചാലക്കുടിയുള്ള ഒരു എഡ്യൂക്കേറ്റഡ് ആയ മാതാപിതാക്കളുടെ മകളാണ്. ആ വാപ്പാന്റെ പെങ്ങള് ഈ കുട്ടിയുടെ അമ്മായി സിഹർ ചെയ്തിക്കണെന്നും പറഞ്ഞിട്ടാണ് അവിടെ വന്നിട്ട് ചങ്ങലയല്ല അത് ഒരു റൂമിൽ നിന്ന് ഇതിനിളകാൻ തോന്നുമ്പോ പർദ്ദയൊക്കെ ഇട്ട് നോർമൽ ഡ്രസ്സൊക്കെ മേലെ പർദ്ദയൊക്കെ ഇട്ട് വളരെ വൃത്തിയായിട്ട് വന്നിട്ട് ഇവിടെ ചാടിക്കളിയാണ്. അവിടെ കുറെ അനാചാരങ്ങൾ നടക്കുന്നുള്ളത് അറിയാം. ഇനിയിപ്പോ അവിടെ ഔലിയാക്കന്മാരുണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ആ തീപിടുത്തം നടക്കൂലല്ലോ അവിടെ. അത് ചിന്തിച്ചാ പോരെ. അങ്ങനെ പറയരുത്. അങ്ങനെ പറയുമ്പോ എന്താണെന്നറിയോ, കഅബാലയത്തില് അപകടം നടന്നില്ലേ? അല്ല, ഇത്രയില്ല നാട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് അവര് പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവുമ്പോഴേ ഔലിയ ഉണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും അള്ളാന്റെ അദാബുകള് അള്ളാന്റെ തീരുമാനങ്ങൾക്ക് ഒരു തടസ്സവും നിൽക്കാൻ അവരെയും കൊണ്ട് കഴിയില്ല. ഇതൊരു അപകടമല്ല, അവിടെ തീപിടുത്തം അപകടം ഉണ്ടായതല്ലേ. ആ അപകടത്തിന് തടയാൻ ഒരു ഔലിയക്കും കഴിയില്ലാന്ന്. അപ്പൊ പിന്നെ ഇവിടുന്ന് ആൾക്കാർ വെറുതെ അല്ലാണ്ട് പോണത്. അത്രേ ഉള്ളൂ. അള്ള ഉദ്ദേശിച്ച നന്മ നിങ്ങൾക്കും എനിക്കും വരുന്നുണ്ട് വെച്ചെങ്കിൽ ലോകത്തൊരു ശക്തിനെയും കൊണ്ട് പിന്നെ തടയാൻ കഴിയില്ല സാഹിബേ. കാര്യം അത് നൽകുന്നത് അള്ളാഹുവാണ്. നമുക്കൊരു തിന്മ വരികയാണ്. ഞാൻ ഇപ്പൊ വീട്ടിൽ കിടക്കുകയാണ്, കുറച്ചു കഴിഞ്ഞ് ടൗണിൽ പോകുന്നുണ്ട്. ഞാൻ സ്കൂട്ടി കൊണ്ടാ പോണത്. അപ്പൊ സ്കൂട്ടി കൊണ്ട് പോകുമ്പോ ഏതെങ്കിലും പാണ്ടി ലോറി സ്പീഡിൽ വന്നിട്ട് എന്റെ രണ്ട് കാലുമ കൂടി എന്റെ തലമ കൂടി കയറി കഴിഞ്ഞാല് അത് അള്ള തീരുമാനിച്ചതാണെങ്കിൽ പിന്നെ ആരെയും കൊണ്ട് തടുക്കാൻ കഴിയും? അത് ശരി. ഇത് ഞാൻ പറഞ്ഞല്ല. ഇപ്പൊ അവിടെ മുത്തുപേട്ട് ഇത് ഏർവാടില്ലേ, ഏർവാടിയിൽ ഇപ്പൊ എത്രയൊക്കെ കറാമത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കണ്ടമാനുണ്ടല്ലോ. 1-2 ഉള്ളത് ഫുള്ളും കറാമത്ത്. ഈ നുണപ്പാട്ടല്ലാതെ മായാവി കഥ അല്ലാണ്ട് എന്ത് കറാമത്ത് അവിടെ? അവിടെ കറാമത്ത് തുള്ളുന്നുണ്ടല്ലോ. ാണ് ഞാൻ പറയണത്. അവിടെ ഔലിയാനെ നായിന്ന് വിളിച്ചാൽ അതിന്റെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് കേട്ടതാണ്. അങ്ങനെയൊന്നും വിളിക്കണ്ട. ഇല്ലാത്തൊരു മനുഷ്യനെ നായിന്നൊക്കെ എന്തിനാ നമ്മൾ വിളിക്കുന്നത്? അങ്ങനെ ഒരു മനുഷ്യനില്ല. അബു താഹിർ എന്ന് പറയുന്ന നല്ല ബാദുഷന്റെ സ്വപ്നാണത്. അബ്ബാസ് മന്ത്രി, അർക്കാസുമ്മ, ഹക്കീം ഡോക്ടർ, എന്നിട്ട് ഇവിടെ കുറെ ശൈത്താന്മാർ എന്നിട്ട് ഹാലിറു യാ ഹാലിറു അബ്ബാസ് മന്ത്രി ഹാലിറു എന്ന് പറയും. എന്താ ഹാലിറാണത്? അങ്ങനെ പറയുമ്പോ ഹാലിറാണ് ഇബിലിസ് ആണെന്നാ ഞാൻ പറഞ്ഞത്. ഇബിലീസിനും ഹാലിറാവാൻ കഴിയൂലെന്ന്. നമ്മളെ അറിവിന്നില്ലാവിന്റെ പരിപാടി ഉണ്ടായില്ലേ, ആ ശൈത്താന്റെ പരിപാടി പൊളിച്ച ഞാനാട്ടില്ലേ? ആ ശൈത്താന്റെ പരിപാടിയില്ലേ എന്റെ അമ്മ ഒരു അബദ്ധം ചെയ്ത്. ഞങ്ങളോട് ചോദിച്ചില്ല, എനിക്ക് അവിടെ പോണോ, അവിടെ ഒരു 50,000 റുപ്യ അവിടെ കൊടുക്കണോ, ഒരു 50,000 റുപ്യ CM മടവൂർ കൊടുക്കണോന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളോട് അഭിപ്രായം ചോദിച്ചില്ല. എന്റെ ഒരു ആഗ്രഹമാണെന്ന് അറിഞ്ഞിട്ടാണ് കൊണ്ട് പോയതാണ്ട്. അവിടെ ഈ മൗലൂദും കാര്യങ്ങളൊക്കെ നടക്കുമ്പോ കുറെ ആളൊക്കെ ഒച്ചും വിളിയൊക്കെ കേട്ടിരുന്നേ. എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടില്ല. അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ പോയതാണ്. ഇവിടുന്ന് കർണാടകയിൽ നിന്ന് വണ്ടി വിളിച്ച് പോയതാണ്. മൂപ്പര് 25-ന്റേത് ഒരു എന്താണ് 25 എത്തിയ മക്കൾക്ക് 25 മൂപ്പര് അതിലേക്ക് ഫണ്ട് അത് 50,000 റുപ്യ റീസീറ്റ് തന്നിട്ടാ. മടവൂർക്ക് കൊടുക്കാനുള്ള 50,000 റീസീറ്റ് തന്നിട്ടില്ല. അത് ചിലപ്പോ മൂപ്പര് മുക്കിന്ന് തോന്നുന്നു. അത് മൂപ്പര് മുക്കീക്കല്ല, അത് മൂപ്പര് മുക്കീക്കാണോ അല്ലെങ്കിൽ അത് എത്തേണ്ടോടത്ത് എത്തിച്ചിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങളോട് അഭിപ്രായം പറയണെങ്കിൽ എന്നോട് പറയണെങ്കിൽ ഞാൻ പറഞ്ഞത് ഇമ്മ അങ്ങക്ക് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് എത്തിമക്കൾക്ക് കൊടുത്താളേ. സാഹിബേ, ഈ ഔലിയാക്കന്മാര് മരിച്ചുപോയി, ഓലിക്ക് എന്തിനാ പൈസ? അവർക്ക് പൈസന്റെ ആവശ്യമില്ല. പിന്നെ ഈ അതിന്റെ ഓരം ചേർന്ന് ഈ നടത്തിപ്പുകാർക്ക് ജീവിക്കണ്ടേ? ഇത്തിൽ കണ്ണികള് ഓല് ജീവിക്കല്ല, ഓല് സമ്പാദിക്കാണ്, ആർഭാട ജീവിതം നയിക്കാണ്. അതെ, അപ്പൊ അതിന് പൈസ വേണ്ടേ? രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് എത്തീമക്കളെ സഹായിക്കണം, എത്തീമിനേക്കാൾ സഹായിക്കേണ്ട എത്തീമല്ലാത്ത മക്കളുണ്ട്. മാതാപിതാക്കൾ രോഗികളായിട്ടും അവശരായിട്ടൊക്കെ. അതേപോലെ ഒരുപാട് ഈ ദീനി ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ സാഹിബേ. ഇതൊക്കെ അല്ലാതെ ഈ ഔലിയാക്കന്മാർക്ക് തിന്നാൻ കൊടുത്തിട്ട് ഔലിയാക്കന്മാരല്ലത് തിന്നണ്. ഔലിയാക്കന്മാർക്ക് ഇനി തിന്നാൻ കൊടുക്കണ്ട, ഓല് കഴിഞ്ഞു. അവരെ പേര് പറഞ്ഞിട്ട് ഇവരാണല്ലോ പൈസ ഉണ്ടാക്കുന്നത്. അതിന് തടയാനും പറ്റൂലല്ലോ. കാരണം അതിന്റെ ബാക്കിൽ ആളുണ്ടല്ലോ, ആയിരക്കണക്കിന് ആളാണല്ലോ പിന്നെയും പോണത്. അതിന് ഓല് വാങ്ങണോലെല്ലാം നമുക്ക് കുറ്റം പറയാനുള്ളത് കൊടുക്കണ അയവാമാരെയാണ്. കൊടുക്കണെന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇപ്പൊ ഇവിടെ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നട്ടിവയൽ എന്ന് പറഞ്ഞ സംഭവത്തെ ഒന്ന് ഇതുപോലെ ഉണ്ടായിട്ട് ഞാൻ പോയിരുന്നു. അപ്പൊ ഇന്റെ തടിയിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞില്ലേ വരാൻ സാധ്യതയില്ല. എനിക്ക് ഉറക്കത്തിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നേ. ഞാൻ 4 സ്ഥലത്തും പിന്നെ ആയത്തുൽ കുർസിയും ഇതൊക്കെ ആക്കിയിട്ടാണ് അത് തടഞ്ഞു നിർത്തിയത്. പക്ഷെ ആ സംഭവം ഒന്നും ഇപ്പൊ എന്റെ വീട്ടിലുണ്ട് ട്ടാ.
അത് അത് ഞാൻ ഞാൻ വെച്ചുതരാം, അതിനടക്കം ഞാൻ വെച്ചുതരാം. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ വെച്ചുതരാന്ന്. ഒരു മിനിറ്റ് എന്റെ വീട് പണി നടക്കുമ്പോഴേ നാട്ടിൽ നിന്ന് എന്റെ ഭാര്യയുടെ അമ്മായിന്റെ മോനും അവരെ സുഹൃത്തും രണ്ടാളും വന്ന്. അതിൽ ഒരാള് ഇതൊന്നും വിശ്വസിക്കാത്ത ആളാണ്, മുജാഹിദ് തന്നെ പറയാം. പിന്നെ ഒരാൾക്ക് അവിടെ തിരുത്തുണ്ടിട്ടില്ലേ, മുജാഹിദാണ് വെച്ചിട്ട് വിശ്വസിക്കാണ്ടിരിക്കൂല, ഖുർആനും സുന്നത്തും എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനം. അല്ല, മൂപ്പര് അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോ ഞാൻ പണി കഴിഞ്ഞ് പോകുമ്പോഴേ ഇവരൊക്കെ ഇങ്ങനെ അന്തം വിട്ടേക്കണ്. അപ്പൊ എന്റെ അഞ്ചനുണ്ട് അവിടെ. അപ്പൊ ഒരു സംഭവം പറഞ്ഞു, 4:30 മണിയാകുമ്പോ അവിടെ പുറത്ത് ഒരു മറ്റേ ഊഞ്ഞാലിട്ടിക്കണ് ഞാന്, കുളത്തിട്ട് തൂങ്ങുന്ന ഊഞ്ഞാലുണ്ട്, എന്താ പറയലേന്, അയിമ അങ്ങനെ തൂങ്ങി നിൽക്കുമ്പോ എന്റെ കാലിന്റെ ഇടയിൽ കൂടെ പാമ്പ് പോണ മാതിരി ഒരു തീപ്പൊരി ഇങ്ങനെ പോയിന്ന് അറിഞ്ഞു. അപ്പൊ ഇത് ഇവര് രണ്ടാളും കണ്ടിക്കണ്. പിന്നെ അവിടെ നിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക്, പിന്നെ പേരയിലേക്ക് വന്നിക്കണ്. അപ്പൊ ഞാൻ പേരെ പോകുമ്പോ നിങ്ങളെ വീട് പുത്തൂരല്ലേ? പുത്രല്ല, വിട്ലാന്ന് പറയും. വിട്ല പിന്നെ ഒരു പള്ളിയൂരിലുള്ളപ്പോ വീട്ടിലേല് 2-3 ആളുകള് എന്റെ പരിചയക്കാരുണ്ട്. മസ്ജിദിലാണ് നമ്മളത്. ആയിക്കോട്ടെ, ഞാൻ വന്നു കഴിഞ്ഞാല് ഈ വീടിനോട് ചേർന്നാണോ ഈ ഊഞ്ഞാൽ, അതോ കുറെ വിട്ടാണോ? അല്ല, വീടിന്റെ ഉള്ളിൽ നിന്ന് വെക്കുന്ന ചെറിയ മറ്റേ ഒറ്റക്കിരുന്ന് ആടുന്ന ഊഞ്ഞാലുണ്ടല്ലോ. എനിക്ക് നിങ്ങളെ ശൈത്താനുള്ള സ്ഥലം എവിടെയാണോ അവിടെ ഒരു 2 ദിവസം വന്നിരിക്കണം. സൗകര്യം ചെയ്തു തരും നിങ്ങള്? ഒറ്റക്കാ? അതിന് പേരന്റെ പണി നടന്നിട്ടില്ല. ഇത് ഇനിയിപ്പോ ആരും വേണ്ട. ഞാൻ മണ്ണടി പള്ളിയിൽ ഖബർസ്ഥാനിൽ പോയിട്ട് ഇരുന്ന ആളല്ലേ, അപ്പൊ അതൊന്നും എനിക്ക് വിഷയമല്ല. സാഹിബെ, ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏയ് വേണ്ട, ഞാൻ ഒറ്റക്ക് മതി. ഇതെന്താ പേടില്ല. കാരണം എന്താ അറിയോ, 1987 കിട്ടിയ സംഭവമാണത്. അല്ല, നിങ്ങൾക്ക് പേടിയില്ല, പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ഖുറാഫാത്ത് ഉണ്ട്, അതാണ് പ്രശ്നം. അല്ല, അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നേ. ഞാൻ പറയട്ടെ, ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നത്. ആയിക്കോട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അങ്ങനത്തെ ആൾക്കാരെ കൂട്ടുകെട്ടുണ്ടായിരുന്നത്, മന്ത്രവാദികളുടെ കൂടെ ഒക്കെ പോയിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ. ബദർ എന്ന് പറയുന്ന ഒരു യുദ്ധം നടന്നിട്ടുണ്ട്. അബ്ദർ എന്ന് പറയുന്ന സ്ഥലത്താണ് ബദർ യുദ്ധം നടന്നത്. ഈ ബദർ യുദ്ധത്തിന് എന്തിനാ റസൂല് 14 സ്വഹാബികളെ കൊലക്ക് കൊടുത്തത്? ഈ പറഞ്ഞ പോലെ എന്തേലും 4 ജിന്നുകളെ വിട്ടാ പോരായിരുന്നില്ലേ? എന്തേ ഒന്ന് പറഞ്ഞാ പോരാ, മറുപടി പറയണം. ശരിയാണ്. അല്ല, കരീനിനെ മുഅ്മിനാക്കിക്കൊണ്ട് വരുതിയിലാക്കിയ ജിന്നുകളോട് സംസാരിച്ചിട്ടുള്ള ജിന്നുകളുടെ കൂടി പ്രവാചകനായ, അതായത് ജിന്നിന്റെയും ഹിൻസിന്റെയും പ്രവാചകനാണ്. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു 4 ജിന്നിനോട്, ജിന്നു മക്കളെ നിങ്ങൾ പോയിട്ട് ആ അബൂജഹലിനെയും കൂട്ടി വന്നാണ്ട് സൈസാക്കിയിട്ട് വന്നാണെന്ന് പറഞ്ഞാ പോരായിരുന്നില്ലേ? അങ്ങനെ അന്ന് റസൂലുള്ളാഹി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് വരുന്ന ഏതൊരു ജിന്നുണ്ടിച്ച ഞാൻ അവിടെ പോയിരിക്കാന്ന് പറഞ്ഞ അതാണ്. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഒരു ജിന്നും ആരെയും ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും ജിന്ന്. ഇത് അന്ധവിശ്വാസത്തിന്റെ ഇതെങ്ങനെയാണെന്നറിയോ? ഇവിടെ ആര്യ വിഭാഗം ഇവിടേക്ക് കടന്നു കയറിയപ്പോ, ആര്യന്മാരും ദ്രാവിഡന്മാരും അറിയല്ലോ. ആര്യന്മാരെന്ന് പറയുന്നത് പേർഷ്യയിൽ നിന്ന് സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു മേഖലയിൽ നിന്നൊക്കെയാണ് ഇങ്ങോട്ട് കടന്നു കയറുന്നത്. പട്ടന്മാര്, ഭ്രാന്തിരിമാര്, സവർണര്. അപ്പൊ എന്തായാലും അതൊന്നും നമ്മൾ കൂടുതൽ പറഞ്ഞു പോകുന്നില്ല. അവര് ഇവിടെയുള്ള ദ്രാവിഡ സമൂഹത്തെ, ഇവിടെയുള്ള ദളിത് വിഭാഗങ്ങളെ കൈപ്പിടിയിൽ ഒതുക്കി അവരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടത്തില് ഈ ആര്യന്മാരായ സവർണ മേധാവികളെ ഇവർക്ക് കയ്യൂക്കിന്റെ ബലത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോ ദളിത് സമൂഹത്തിലെ നീശർ എന്ന് പറയുന്ന, നിങ്ങൾക്ക് അറിയാമായിരിക്കോ, അല്ലെങ്കിൽ നീശന്മാര് എന്ന് പറയുന്ന അവരുടേതായിട്ടുള്ള കാളിയും അവരുടെ മറുതയും അവരുടെ മറ്റുള്ള സാധനങ്ങളും അതുകൊണ്ട് ആഭിചാരം ചെയ്യും. ഈ വിഭാഗത്തിന് ആഭിചാരം ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയാണ് അന്നത്തെ കാലത്ത് കള്ളിയങ്കാട്ട് നീലി, പിന്നെ അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ വന്നത്. ഈ ലൈറ്റും ഇതൊക്കെ വന്നപ്പോ ഒടിയൻ പോയി, കള്ളിയങ്കാട്ട് നീലി പോയി, ഇവരൊക്കെ ഇപ്പൊ എന്തായി, ഓലൊക്കെ പോയി. ഓല എവിടേക്കാ പോയി എന്നുള്ള ആർക്കും അറിയില്ല. ഈ കള്ളിയങ്കാട്ട് നീലിനെ പോലെയുള്ള കഥകള് മനസ്സിന്റെ ഉൾത്തട്ടിൽ, അതായത് ബോധമനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ് എന്ന് 3 മനസ്സുകളുണ്ട് നമുക്ക്. ആ ഉള്ളില്, നമ്മളെ ബോധമനസ്സിന്റെ ഉള്ളിൽ ഇത് അടിഞ്ഞുകൂടി അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഇളകലും പിത്തലാട്ടമൊക്കെ. നല്ല കൗൺസിലിംഗ്, നല്ല ഭക്ഷണം, നല്ല മരുന്ന് പോലെ നമുക്ക് രക്ഷപ്പെടുത്തിയിരിക്കാം.
ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത് കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ട് കൗൺസിൽ ചെയ്യുന്നതിനേക്കാൾ അവനവന്റെ ആളുകൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി അത് ക്ലിയർ ആക്കി കൊടുക്കുക വേണ്ടത്. അത് ചിലവർക്ക് പെട്ടെന്നാണ്ട് പോകില്ല. സാഹിബേ അത് ഒരു മാനസിക വിഭ്രാന്തിയാണത്. ഇന്റെ അടുത്ത് പോയത് എങ്ങനെയാണെന്ന് അറിയോ? പിന്നെയും പറഞ്ഞു എന്റെ അടുത്ത് ആ ഒരു ചിന്ത പോകാനുള്ള കാരണേ അതാണ് ഇപ്പൊ നിങ്ങൾ സത്യം പറഞ്ഞു. നിങ്ങളുടെ ചിന്തയാണ് അതിനെ കൈകാര്യം ചെയ്തിരുന്നത്. നിങ്ങളുടെ ചിന്ത പോകാൻ കാരണം അതാണ് യാഥാർത്ഥ്യം. ഇനി പറയും. അള്ളാഹു അള്ളാഹിന്റെ റസൂൽ വെച്ച് ബാക്കിയുള്ളതിനെ പറ്റി ഞാൻ ചിന്തിക്കാൻ അത് അങ്ങോട്ട് പോണ്ടെന്നുള്ള രീതിയിലായത് കൊണ്ടാണ് ഞാൻ ദൂരം വെച്ചത്. അറിഞ്ഞില്ലേ? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിനോട് ചാലഞ്ച് ചെയ്തതാണ് വഴി തെറ്റിക്കുന്നുള്ളത്. എങ്ങനെ വഴി തെറ്റിക്കുന്നു? ഏത് രീതിയിലും വഴി തെറ്റിക്കുന്നു. അവിടെ കുറച്ചുകൂടി നിങ്ങള് ഞാൻ വലിയൊരു സംഭവമാണെന്ന് പറയല്ല. ഇബ്ലീസിന് നമ്മളെ തെറ്റിക്കാൻ കഴിയുക ഒരു രൂപത്തിൽ വന്ന് നമ്മളെ ഇടിച്ചു മറിച്ചിടാനൊന്നും കഴിയില്ല സാഹിബേ. മനസ്സിന് ദുർബോധനം ചെയ്യാനേ കഴിയൂ. അതന്നെ, അത് മതിയല്ല. ഇപ്പൊ എന്റെ വീട്ടിലിപ്പോ ഞാൻ ഇന്ന് ഇപ്പൊ ഒരു 3 കൊല്ലം മുമ്പ് നടന്നിരുന്ന ആളോടും കാര്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ന് എന്റെ വീട്ടിലെ ആൾക്കാർ ക്യൂ ഉണ്ടാവണായിരുന്നു. ഞാൻ എന്റെ ജോലി രാജിവെക്കണായിരുന്നു. പറയട്ടെ ഞാൻ രാജിവെക്കണായിരുന്നു. കാരണം 2-3 കേസൊക്കെ എടുത്തവിടെ അതൊക്കെ കുറെ കൊല്ലത്തോളം അന്ന് സുഖാത്തൊക്കെ സുഖമായി. അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത, ഇത് എന്താണ് സംഭവം? ഇത് ഇബ്ലീസിന്റെ പണിയാണ്, ഇബ്ലീസിന്റെ നമുക്ക് പറ്റാത്തതാണ്, ഇത് വേണ്ട, അങ്ങനെയുള്ള ചിന്ത. ലാസ്റ്റ് അവസാനം ഒരു ചുരുങ്ങിയത് 2-3 മാസം ഇങ്ങനെ ആളൂറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പല രൂപം പല കോലത്തിലൊക്കെ കുറെ ആദൃശ്യങ്ങളൊക്കെ കാണിച്ചിരിക്കണ്. അവസാനത്തെ ഹാളിറിനാണ് അവസാനത്തിന് മുമ്പ് എന്റെ ഹാളിറിന് വന്നിട്ട് അജ്മീർ ഖ്വാജ ഹാളിറായി. അതെ, നിങ്ങൾക്ക് ഇത് അനുഭവം കൊണ്ടാണല്ലോ പഠിക്കാമല്ലോ. അതാണ് നിങ്ങളോട് ആദ്യം തന്നെ പറയാനുള്ള കാരണം. അല്ല നിങ്ങളിത് എത്ര തന്നെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല സാഹിബ്. നിങ്ങളോട് കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളിത് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ആളിറാവിന് കണ്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ വർഷങ്ങളോളം ആഴ്ചയിൽ 3-4 കുത്തുബിയത്ത് ചൊല്ലിക്കൊണ്ട് ജിന്നിനെ വിളിച്ച് തേടിയിരുന്ന ഗൂഡല്ലൂരിൽ നിന്ന് മേലെ ഗൂഡല്ലൂർ പോയി പിന്നെ മല ഇറങ്ങിയിട്ടൊരു കാട്ടിന്റെ ഉള്ളിൽ അട്ടയും മൃഗങ്ങളും ഒക്കെ ഉള്ള അതിന്റെ ഉള്ളില് ഒരു ജാറുണ്ട്. ആ ജാറത്തിന്റെ ഉള്ളിൽ നട്ടപ്പായർക്ക് പോയിട്ട് ഇരുന്നിട്ട് ജിന്നിനെയും വിളിച്ച് തേടി നടന്നിരുന്ന ഒരാളാണ് ഞാന്. ഇനി പലതരം ജിന്ന് ഞാൻ അന്ന് വിളിച്ചിരുന്ന ജിന്ന് അതിന്റെ ഒന്നും പേര് പറയുന്നില്ല. ഇപ്പോ ഈ കുത്തുബിയത്തില് 8-10 ജിന്നിനെ വിളിച്ച് ഹാളിറാക്കിയിട്ടാണ് കുത്തുബിയത്ത് ചെല്ലുക. ആളുകൾക്കൊരു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഹൽക്കുന്ന ഒച്ചയൊക്കെ വരൂലേ? ശൈത്താന്റെ ഷർറയിലുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിനെ താളം തെറ്റിച്ചിട്ട് നമ്മളെ കൊണ്ട് വിവരക്കേട് ചെയ്യിപ്പിക്കുക എന്നല്ലാതെ ഒരു ജിന്നും നമ്മളെ മേത്ത് വന്ന് കേറൂല. അങ്ങനെ കേറുമെങ്കിൽ ഈ ലോകത്ത് മനുഷ്യന്മാരെക്കാട്ടിലും കൂടുതൽ ജിന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ജിന്ന് ഏതെങ്കിലും ഒരു ശൈത്താൻ സേവകന്റെ മേത്തേക്കൊന്ന് കേട്ടട്ടെ. അത് നിങ്ങളെ മേത്തും കേറില്ല, എന്റെ മേത്തും കേറൂല. എന്നാ പിന്നെ നിങ്ങളെ മേത്ത് കേറിയുന്നത് എങ്ങനെ? എന്റെ മേത്ത് കേറി എന്നല്ലല്ലോ പറഞ്ഞത്. എന്റെ മേത്ത് കേറി എന്നല്ല പറഞ്ഞത് ഞാന്. ഇനി വേറൊരു കാര്യം അത് കൊറേ നീണ്ടു പോകും കഥ. അതാണ് പറഞ്ഞത്, എന്റെ മേത്ത് കേറി എന്നല്ല. ഇവിടെ അള്ളാഹു മരിച്ചവരെ പിന്നെ തിരിച്ചു വിടൂല, വിട്ടൊരു ചരിത്രം ഉള്ളത് അതൊരു മോചനത്തിന് വേണ്ടിയിട്ട് നടത്തിയതാണ്. പുനർജന്മം ഇല്ല എന്നുള്ളതാണല്ലോ ഇസ്ലാമിക വിശ്വാസം. പുനർജന്മമല്ല ഞാൻ പറഞ്ഞത്. മരിച്ച ആള് പിന്നെ അങ്ങോട്ട് തിരിച്ചു വരൂലാന്ന്, ഭൂമിയിലേക്ക് തിരിച്ചു വരൂലാന്ന്. അവര് എന്താണ് റൂഹും ശരീരം ഒന്നും പിന്നെ വരൂല. ശരീരമൊക്കെ ദ്രവിച്ചു പോകൂലേ? അല്ല, ഈ റൂഹാനി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ. എന്ത് റൂഹാനി? എന്താണ് റൂഹാനി? അങ്ങനെ ഒന്നും അള്ളാഹു റസൂലും പഠിപ്പിച്ചിക്കണോ? അല്ല, ഞാൻ എന്താണെന്നറിയോ, എനിക്കിപ്പോ 55 വയസ്സായി. എന്നെക്കാളും 10 വയസ്സേ കൂടുതലുള്ളൂ. പക്ഷെ ഈ 55 കൊല്ലത്തില് കുറെ സംഭവങ്ങൾ കണ്ടിട്ടും കേട്ടിട്ടും ഒക്കെ ഇങ്ങനെ എന്താ പറയാ തലയില് കുത്തിക്കയറ്റിട്ടേ. അതന്നെ പ്രശ്നം. അല്ല, കുത്തിക്കയറ്റി അവസാനം ഞങ്ങൾ പറഞ്ഞില്ല അജ്മീർ ഖ്വാജ വന്നെന്ന് അറിഞ്ഞില്ല. അജ്മീർ ഖ്വാജ വന്ന് ഇന്റെ തടിക്കല്ല സാഹിബേ, വരൂല. വീട്ടില് ഇപ്പൊ എന്റെ മരുമോനാണ് നിയന്ത്രിക്കുന്ന കാബയുടെ റബ്ബ്, എന്റെ കൽബിന്റെ റബ്ബാണേ സത്യം. അജ്മീർ ഖാജ എന്ന ഷിയ ഇവിടേക്ക് വരാൻ കഴിയൂല. അയാള് പടമായി
അവിടുന്നാണ് സംശയം വന്നത് എനിക്ക്. ആ ബേട്ട ഹുസൈൻ മേ അജ്മീർ സെ ആയ ബൗത്ത് ലോഗ് ഉദർ കടായ കുറെ ആൾ അവിടെ തന്നെ ആക്കണുണ്ട്. ഉം. എനിക്ക് വേഗം പോണോന്നൊക്കെ പറഞ്ഞിട്ട് വന്നതിന്റെ ശേഷം നമുക്ക് സംശയം തുടങ്ങിയിട്ട് വീണ്ടും ഒരു മജ്ലിസ്, ഈ മജ്ലിസിൽ പറയുന്നത് എന്താ അറിയാം, നല്ല കാര്യങ്ങളെ ഓതുള്ളൂ, ഫാത്തിഹ സൂറത്തെ ഓതുള്ളൂ. എന്നിട്ട് വന്നിട്ട് പറഞ്ഞെന്താ അറിയാ, ഞാൻ ശൈത്താനാടാ. ആ ഞാൻ ശൈത്താനാടാണ്. ഇന്ന് ഇപ്പൊ വരുന്നത് ഈ ചെയ്യും. ഇന്ന് മരുമൻ അന്ന് മരുമനായിട്ടില്ല, ഇന്ന് മരുമൻ അവന്റെ മേത്തുപത്രമായിട്ട് പറഞ്ഞു. അപ്പൊ ഇന്റെ അടുത്ത് 2-3 ആണുങ്ങളൊക്കെ ഇരിക്കുമ്പോ അവരിങ്ങനെ പറക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊരു സംഭവം, എനിക്കൊരു ഇതൊന്നുമില്ല. കാരണം എനിക്ക് പേടിയില്ല അതിനോട്. അപ്പൊ മൂപ്പര് തന്നെ പറഞ്ഞു, ഞാൻ ആലി ശൈത്താനാടാ, എന്റെ പെണ്ണാടാ എന്നെ കൊണ്ടുവന്നത്, എന്റെ പെണ്ണ് ഗേറ്റിന്റെ ബാക്കിലുണ്ടാവും, അങ്ങോട്ട് കയറി വരുന്നില്ല, അവള് വരാൻ പറ്റുന്നില്ല അവൾക്ക് എന്ന്, എന്നെ പേടിയാടാന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എന്താ സംഭവിക്കറിയോ, ഇത് ഇന്നും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ന്യൂ ജനറേഷൻ ഉണ്ടല്ലോ, ചെറിയ കുട്ടികളെ, അവരിത് കാണുമ്പോ അവരുടെ മനസ്സിൽ ഈ സാധനം അടിഞ്ഞുകൂടും. അതിന്റെ മൂത്ത മോൾക്ക് ഒരു വിഷയം ഉണ്ടായിട്ട്, അപ്പൊ പെരയിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇനി ബാങ്ക് കൊടുത്തിട്ട് നാരിയസല ചെയ്തിട്ട് ചെല്ലി കൂട്ടുണ്ടെങ്കിൽ പോകും. അത് ഈ നാരിയസലാത്ത് ചെല്ലിയ പോകുന്ന ആരെങ്കിലും ഇത് പറഞ്ഞത്, നാരിയസലാത്ത് കൊണ്ടാണ് ഞാൻ അതിനെ ദൂരെ നിർത്തിയത്. ഈ നാരിയ സ്വലാത്ത് കൊണ്ട് അത് സംഭവിക്കും എന്ന് ആരെ പറഞ്ഞു? നാരിയ സ്വലാത്ത് അള്ളാന്റെ റസൂല് പറഞ്ഞതല്ലാത്തൊരു സാധനത്തിനും ഈ പറഞ്ഞ കാര്യം. ഈ നാരിയ സ്വലാത്തിന് പോരിശല്ല. നാരിയ സ്വലാത്തിന് എന്ത് പോരിശ? അത് ഇപ്പൊ റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന കാര്യങ്ങളല്ല. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു എന്നത് കൊണ്ട് അത് പോരിശയാകുവോ? ഇപ്പൊ എന്ത് അതൊക്കെ ശിർക്കാണ്. എന്ന് പറയുന്നത് ശിർക്കാണെങ്കിൽ തൻഹല്ലു ബിഹിൽ ഉഖദ് എന്ന് പറയണ അതും ശിർക്കാ. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താ? റസൂലുള്ള കാരണമാണ് എന്റെ കെട്ടുകൾ അഴിഞ്ഞത് എന്നൊക്കെയാണ് പറഞ്ഞത്. ശരിയാ. അതിന്റെ അർത്ഥം പഠിച്ചിട്ട് നിങ്ങൾ വായിച്ചോളി, ചെല്ലിക്കോളി. അല്ല, അതിന്റെ അർത്ഥം അറിയില്ല എനിക്ക്, ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല. സ്വലാത്ത് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബാക്കൾ വന്ന് പറയാണ്, അള്ളാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഒരായത്തിറങ്ങിയിരിക്കുകയാണ്, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്തിറങ്ങിയപ്പോ സഹാബാക്കൾ വന്ന് ചോദിക്കാണ്, അല്ല സലാം പറയാൻ അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് അങ്ങയുടെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ അപ്പൊ പറഞ്ഞു കൊടുത്തൊരു സ്വലാത്ത് ഉണ്ട്. പക്ഷെ സമസ്തക്കാരടുത്ത് അത് പറഞ്ഞാൽ പറയേ അതാ തയ്യാത്താണെന്ന് പറയും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ എന്ന് തുടങ്ങുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അതാണ് റസൂലുള്ള പഠിപ്പിച്ച സ്വലാത്ത്. പിന്നെ താജ് സ്വലാത്ത്, നാരി സ്വലാത്ത് അതെല്ലാം പിന്നീട് വന്ന ആളുകൾ ചൊല്ലിണ്ടാക്കിയതാണ്. ആയിക്കോട്ടെ, അവര് ചൊല്ലി, അത് അവരുടെ ഇഷ്ടം. അത് അവര് ചൊല്ലിയത് നമ്മൾ എന്തിനാണ് ഈ ചൊല്ലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അള്ളാന്റെ റസൂല് ചൊല്ലാൻ പറഞ്ഞത് അവിടെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾക്കൊരു, ഇന്നലെ ഞാനും എന്റെ കൂട്ടുകാരനും കൂടി നമ്മളുടെ ഇവിടെ ഒരു ചെറിയൊരു ബൂഫിയുണ്ട്, ഒരു കഫ്റ്റീരിയ. അതിലിരുന്നൊരു ചായ ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോണ്ട് ഒരു കാക്ക വന്നിക്കണു. പിന്നെ ഭയങ്കര ഒരു സെറ്റപ്പില് ഇന്നോവ ഒക്കെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് വന്നേക്കും മൂപ്പര് പിന്നെ തുണിയൊക്കെ മാടി കുത്തിയിട്ട് വെച്ചുക്കണു. തുണിയൊക്കെ മാടി കുത്തിയും കൊണ്ട് ഇറങ്ങി വന്നിട്ട് ചായയൊക്കെ ഓർഡർ ചെയ്തു. പിന്നെ ഒരു കയ്യില് ചായ ഒരു കയ്യില് പഴംപൊരി ആയപ്പോ തുണി മടുക്കുത്തഴിഞ്ഞു. മടുക്കുത്തഴിഞ്ഞപ്പോ ഇയാളെ ചെരുപ്പും കാണാല്ല, കാലും കാണാല്ല, ഒന്നും കാണാല്ല, അത്രയും താഴെയാണ് തുണി കിടക്കുന്നത്. അത് ഹറാമായി. അതിന്റെ മുമ്പേ അയാൾ മാടിക്കുത്തിയതും ഹറാമായി. താടിയിൽ ഒരൊറ്റ രോമല്ല, ഒക്കെ പഠിച്ചിക്കണു. ഇല്ലായിട്ടല്ല പഠിച്ചു കളഞ്ഞിക്കാണ്. മീസ കീച്ചുണ്ടുമ്പൊക്കെ എത്തിക്കണു. എന്നാലോ ഇതൊക്കെ ആണെങ്കിലും സുന്നത്തിന്റെ തൊപ്പി തലയില് സെറ്റ് ആയിരുന്നു. അവിടുത്തെ കാര്യം എന്താണെന്നറിയോ, അള്ളാന്റെ റസൂല് പറഞ്ഞു താടി വെക്കാൻ പറഞ്ഞു, വെച്ചില്ല. മീസ വെട്ടി ചെറുതാക്കാൻ പറഞ്ഞു, വെട്ടിയില്ല. മുട്ടിന്റെ താഴെ ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു, മാടി കുത്തിയിട്ട് മുട്ടിന്റെ മേലേക്ക് കയറ്റി. അത് അയിഞ്ഞപ്പോഴോ നിര്യാന്റെ താഴെ ഡ്രസ്സ് പോകരുത് എന്ന് പറഞ്ഞു, നിര്യാന്റെ താഴെ ഡ്രസ്സ് പോയി. എന്നാൽ ഇതൊന്നും അവര് ശ്രദ്ധിക്കുന്നില്ല. അവരെന്തിലാണ് ശ്രദ്ധ? ആ തൊപ്പി മൂപ്പര് ഒഴിവാക്കിയിട്ടില്ല. അള്ളാന്റെ റസൂല് ഒരിക്കൽ പോലും എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ തല മറക്കണമെന്നോ തൊപ്പി വെക്കണമെന്നോ തലയിൽ കെട്ടണമെന്നോ പറഞ്ഞിട്ടില്ല. അത് മാത്രമുള്ളത് പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്കല്ല.
സ്ത്രീകൾക്ക് മുഖവും മുൻകൈ ഒഴിച്ചുള്ള ഭാഗം എല്ലാം ഹറാമാണ് അന്യന്റെ മുമ്പില്. തലയും മറക്കണമെന്നില്ല. അതെ, മുഖവും മുൻകൈയൊന്ന് ഒഴിച്ചെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ. എന്നാൽ അറബികള് അവിടുത്തെ കാലാവസ്ഥയുടെയും പൊടിക്കാറ്റിന്റെയും ഒക്കെ ഭാഗമായിട്ട് അവര് തല മറച്ചിരുന്നു, മുഖം മറച്ചിരുന്നു. ഇതിന്റെ പിന്നാലെ നമ്മൾ തേറ്റിയും കൊണ്ട് നടക്കുകയാണ്. ഞാൻ ചുരുക്കം പറഞ്ഞ അതൊന്നല്ല, ആ ഒരു വിഷയത്തിലേക്കല്ല പോയത്. ആ സുജായി അവിടെ വന്നിറങ്ങിയിട്ട് അയാൾ ചെയ്തത് കംപ്ലീറ്റ് വികർത്തരം. ശരിയാണ്. ഇടത്തെ കയ്യില് ചായ ഉണ്ട്, വലത്തെ കയ്യിൽ പഴംപൊരി ഉണ്ട്. പഴംപൊരി കറി അടിക്കും, ഇടത്തെ കയ്യിൽ ചായ കുടിക്കും. അല്ലാണ്ട് റസൂൽ പറഞ്ഞു നിന്ന് കുടിക്കരുത്, തിന്നരുത് പറഞ്ഞു. അത് ഇടത്തെ കൈ കൊണ്ട് കുടിക്കരുത്, വലത്തെ കൈ കൊണ്ട് കുടിക്കരുത് എന്ന് പറഞ്ഞു. അത് പഠിച്ചില്ല. നെരിയാന്റെ താഴെ ഇറങ്ങരുത്, മുട്ടിനെ മേലെ കയറരുത്, അത് പഠിച്ചില്ല. മീസ വെട്ടിച്ചെറുത അത് പഠിച്ചില്ല. താരി പഠിക്കരുത് പഠിച്ചില്ല. ഒഴിവാക്കിയിട്ട് ഒന്ന് മാത്രം വെച്ച് ആ ഒന്ന് റസൂലുള്ള പറഞ്ഞിട്ടില്ല, അതിന് ഫൗലില്ല. പിന്നെ ഫെയിലുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അബൂജഹൽ കെട്ടിയിരുന്നു. ഷൈബത്തും അവിടെ അറബ് വംശജർ എല്ലാരും കെട്ടിയിരുന്നു. ഇപ്പൊ ചില മൊയ്ലിയാക്കന്മാരെ കാണാം, പണ്ടൊക്കെ കെട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ സൗദിയിലത്തെ മുത്തവന്മാര് കാട്ടണമാര് ഷുമാക്ക് ഇട്ടിട്ട് തൊപ്പി വെച്ചിട്ട് ഷുമാക്ക് ഇട്ടിട്ട് നടക്കണേ. ഗൾഫ് സലഫിസം കണ്ട് അത് ഗൾഫ് സലഫിസം കൂടുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, പിന്നെ എന്താ അറിയില്ല, തൊണ്ടക്ക് നല്ല വേദന ഉണ്ട്. ഇന്നലെ ഫുള്ള് വീഡിയോ ചെയ്തിട്ടൊന്ന് കുറച്ച്. അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യന്റെ മേത്ത് കയറുന്ന ശൈത്താണ്ടിച്ച് ആ ശൈത്താൻ എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരണം. ഞാൻ ഇത്ര ഇതായിട്ട് പറഞ്ഞ എന്താ വെച്ചാല്, പല സമയത്തും പല ആളുകൾക്കും ബാധ കേറിയിട്ട് അത് ഇറക്കുന്ന അതിനൊപ്പം പോയിരുന്ന ഒരാളാണ് ഞാന്. പിന്നെ ഈ ഇളകുന്ന മജ്ലിസുകളിൽ സ്ഥിരമായിട്ട് പോയിരുന്നു. ഞാനും പോയിരുന്നു. അതില് ജിന്നിനെ മൊത്തം വിളിച്ചിട്ട് നിലയിറക്കിയിരുന്നു. അപ്പൊ ഈ തരത്തില് മനസ്സിന് വൈകല്യമുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ഇളകുള്ളൂ. അത് ഓലറിയുന്നില്ല. ഓലോട് പറഞ്ഞിട്ടോ ചീത്ത പറഞ്ഞിട്ടോ കാര്യമല്ല. അവരുടെ ബോധ മനസ്സിലല്ല അതെല്ലാം ചെയ്യുന്നത്. ഡുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ പിന്നെ ഒരു വിഷയം ഉണ്ട്. എന്താ പറയുക, ഈ ഡുവൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോ മൂപ്പര് തടിയില് മൂപ്പര് കാണിക്കുന്ന പ്രകൃതി അല്ലേ, അതല്ലാതെ കണ്ട് ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാഴ്ചയിൽ കണ്ടിക്കണ്. അല്ല നിങ്ങക്ക് ഇങ്ങോട്ട് ഈ ഭാഗത്ത് വരാണ്ടാ? ഞാൻ അങ്ങനെ യാത്ര ചെയ്യലില്ല. വിട്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മസ്ജിദ്, ഒരു സലഫി മസ്ജിദ് പണി നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോ ഒന്നും വന്നുകൂടായില്ല. എന്നാ ഇത് സേവ് ആക്കി വെച്ചോളൂ. പേര് മെസ്കം KSEB നിട്ടോളെ. ഓക്കെ. വരുന്നുണ്ടെങ്കിൽ വിളിക്കുക, നമുക്ക് മുഖദേവത്തിൽ കാണാം ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങള് ഈ ഒരു സീർ നിങ്ങൾക്ക് ഫലിക്കൂല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് എത്താൻ കഴിയും. അവിടേക്ക് ഒരു എളുപ്പ വഴി, ഒരു ഷോർട്ട് കട്ടും കൂടി പറഞ്ഞിട്ട് ഞാൻ ഫോൺ കട്ട് അവസാനിപ്പിക്കാം. അള്ളാന്റെ റസൂല്, ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് ദീൻ പഠിപ്പിക്കൽ തുടങ്ങിയിട്ട് ആദ്യം 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടിയിട്ട് മക്കാര് എല്ലാരും വരെയും ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തുടങ്ങിയ അവിടുന്ന് ഉണ്ട്. എത്ര കാലം കഴിഞ്ഞിട്ടാണ് കർമ്മപരമായിട്ടുള്ള ഒരു ഇബാദത്ത്, അതായത് നിസ്കാരാണല്ലോ, നോമ്പാണല്ലോ, മജ്ജാണല്ലോ, സക്കാത്താണല്ലോ, അതൊക്കെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് കിട്ടിയതെന്ന് മാത്രം നോക്കിയാൽ മതി. അവിടെയാണ് തൗഹീദിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 10 വർഷത്തിലേറെ സ്വഹാബത്തിന് കൊടുത്ത തൗഹീദ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെ നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞിട്ടില്ല. ആദ്യത്തെ ഇബാദത്ത് അത് നിസ്കാരാണ്. 11-ാം വർഷത്തിൽ അള്ളാന്റെ റസൂൽ ഇസ്രാ മിഅ്റാജ് പോയതിനു ശേഷം നമുക്ക് ആദ്യത്തെ ഒരു ഇബാദത്ത് കിട്ടുന്നത് നിസ്കാരം. അതിനു മുമ്പുള്ള 10 കൊല്ലക്കാലം ഉണ്ടല്ലോ, എന്താ റസൂൽ സ്വഹാബത്തിന് പഠിപ്പിച്ചിരുന്നത്? അത് നമ്മള് 1-ാം ക്ലാസ്സിൽ ചെറിയൊന്നിൽ പഠിച്ചിട്ട് പോന്നിട്ട് പിന്നെ ഈ വിധത്തിന്റെയും ഈ പിഴച്ച ചിന്താഗതിയുടെയും പിന്നാലെ പോകുമ്പോഴാണ് നമ്മൾ പേക്കുന്നത്. നമ്മൾ തൗഹീദ് പരിപൂർണാക്കണം. മരിക്കുന്നതിന് മുമ്പേ തൗഹീദ് അത് പൂർണ്ണമായിരിക്കുക എന്നുള്ളതാണ്. തൗഹീദിന്റെ പൂർണ്ണമായി കഴിഞ്ഞാൽ അതിന് ഞാൻ പറയണു, പിന്നെ അത് ഇന്ന ആളാണ് ഇന്ന വിഭാഗത്തിന്റെ അടുത്ത്, ഒരു വിഭാഗത്തിന്റെ അടുത്തില്ല. കിതാബുല്ലയും സുന്നത്ത് റസൂലുള്ളയാണിട്ടില്ലേ, അത് മുറുകെ പിടിച്ച് പരിശുദ്ധ തൗഹീദിലൂടെ പോയി കഴിഞ്ഞാൽ ഒരു ജിന്നു സീറും ഒരു പിരാന്തും നമ്മളെ മേത്തേക്ക് വരില്ല ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഞാനേ എനിക്ക് ഒരു സ്ഥലം പോലെ പോവാണ്ട്, ഞാൻ ഡ്രൈവറാണ് ഇവിടെ.
ഓക്കെ ഓക്കെ അല്ലെങ്കിൽ സംസാരിക്കാം. നിങ്ങൾക്ക് ഇപ്പൊ തൊണ്ടക്കും ചെറിയ വിഷയം ഉണ്ടെന്നല്ല അറിഞ്ഞേ. ഓക്കെ ഓക്കെ ഇൻഷാ അല്ലാ നമുക്ക് സംസാരിക്കാം. ഇൻഷാല്ലാ. ഓക്കെ എന്തേലും വിഷമായിട്ടല്ലേ പൊരുത്തപ്പെട്ടായിട്ട് അങ്ങനെ എന്തെങ്കിലും? ഒന്നുമില്ല. സന്തോഷം സന്തോഷം. ഓരോ ആളുകളെയും പരിചയപ്പെടാൻ കഴിയുന്നു. അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ടുള്ള ബന്ധങ്ങളായി ശരിയാണ് മാറട്ടെ. ശരിയാണ്. അതെ, പ്രാർത്ഥനയിൽ ഞാനിപ്പോ ഉൾപ്പെടുത്തുക. ഈ ഭാഗത്ത് രണ്ടാള് വിളിച്ചെന്നുള്ള കയ്യില് വീഡിയോ കണ്ടേ. ഇൻഷാല്ലാ അപ്പോ ഇൻഷാല്ലാ ഇന്റെ അനുഭവത്തിൽ കുറെ ഉണ്ടായത്. അപ്പൊ നിങ്ങളോട് പങ്കിട്ട് നിങ്ങൾക്ക് ഉള്ള അറിവ് എനിക്ക് കിട്ടുമല്ലോ. ഇൻഷാല്ലാ ഇൻഷാല്ലാ. അതുകൊണ്ടാണ് എന്തായാലും വിളിച്ചത്. സാഹിബെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.